ഹലോ, ഞാൻ ഓൺലൈൻ ആണോ? ലൈവ് ആണോ? ഞാൻ സിസ്റ്റത്തിൽ നോക്കിയിട്ട് എന്തോ കാര്യം കൊണ്ട് എറർ സംഭവിക്കുന്നില്ല, ലൈവ് ആവുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ലൈവ് ആണോ? ആരെങ്കിലും ഒന്ന് മറുപടി തന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. വിമിതയുടെ ഒരു ഐക്കൺ കാണുന്നുണ്ട്. വിമിത കേൾക്കുന്നുണ്ടോ വല്ലതും? ഞാൻ സിസ്റ്റത്തിൽ നിന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല, എന്താ പ്രോബ്ലം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ഫോണിൽ നിന്ന് വന്നതാണ്. ഒരു കമൻ്റ് എന്തെങ്കിലും ഒന്ന് ഇടാവോ വിമി? ഹായ്. ജയശ്രീ കാണുന്നു കേൾക്കുന്നു ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ സിസ്റ്റത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തോ ഒരു പ്രോബ്ലം, സ്ലോ കണക്ഷൻ എന്നോട് എഴുതി കാണിക്കുന്നു. പക്ഷെ അതല്ല സിസ്റ്റത്തിൽ നിന്ന് കാണിക്കുന്നത്. കണക്റ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവമാണ് കേൾക്കുന്നത്. ഹായ് അഞ്ചു രിഞ്ചിമ. ഓക്കെ, താങ്ക്സ് ഫോർ ദ റെസ്പോൺസ്. ഹായ് വന്നു, പവിത്ര ഉണ്ണി വന്നു. ഇത് എത്രത്തോളം ഡിലേ വരുന്നുണ്ടോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ ദീപികാജിത്തിൻ്റെ മെസ്സേജ് ഇവിടെ കാണാനുണ്ട്. ഹായ് ദീപിക. എല്ലാവരും എന്തായാലും വന്നതല്ലേ, പോയിട്ട് ലൈവ് എല്ലായിടത്തും ഷെയർ ചെയ്തിട്ട് വരും. എന്നിട്ട് ഞാൻ ചോദ്യമൊക്കെ ചോദിക്കാൻ തുടങ്ങാം. ഓക്കെ. ഫുള്ള് പ്രശ്നമൊന്നുമില്ല വിമിത, നീ അങ്ങനെയൊന്നും പറഞ്ഞു പോവല്ലേ. ഫുള്ള് പ്രശ്നമൊന്നുമില്ല. ഞാൻ സിസ്റ്റത്തിൽ ഒരു ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് ചെയ്ത് നോക്കിയതായിരുന്നു, പക്ഷെ എന്തോ വർക്ക് ചെയ്തില്ല. എന്തായാലും ജയശ്രീ ഷെയർ ചെയ്തപ്പോൾ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കൂട്ടക്ഷങ്ങളുടെ ഇതിനകത്ത് ഒന്നും വന്നു കാണത്തില്ല. ഞാൻ നേരിട്ട് ചെളിയാണോ? കൊള്ളാം. അപ്പോൾ സഹല യാസർ ഹായ്. എന്തൊക്കെയോ ഓക്കെ ആണോ? നമുക്ക് തുടങ്ങിയാലോ? ഹായ്, നല്ല ചിരി. താങ്ക് യു. പർവ്യൂ വന്നല്ലോ, സമയത്തിന് ഏതാണ്ടൊക്കെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എത്തി, സന്തോഷം. ചാമ്പല്ലേ. അതായത് ഇതുവരെ നടന്ന സംഭവങ്ങൾ പോലെ ഒന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. അതാണ് ഇവിടുത്തെ ഇന്നത്തെ പ്രത്യേകത. അതാണ്. ദിവ്യ ശ്രീമാരാണല്ലോ, തുടങ്ങാം. ഓക്കെയാണ് മോളിസെ. താങ്ക് യു മോളിസെ. ഹായ് രാജ്ര എന്താണോ, അങ്ങനെ തന്നെയാണോ? ഹായ് അജി. അപ്പോഴേ ഇന്നിപ്പോൾ ഞാൻ ലൈവ് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ജയശ്രീ പറയണു, പക്ഷേ എനിക്ക് വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് കാണാൻ തന്നെ പറ്റാറില്ല, ഈ ഒരു സമയത്ത് ഞാൻ അവൈലബിൾ ആവില്ല. അപ്പോൾ ഇന്ന് ആരോ ജനിച്ചതിൻ്റെ പേരിൽ ഇന്ന് കർണാടകയിൽ ഒരു അവധി കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇന്ന് വന്നേക്കാന്ന്. ഇതിനു മുമ്പ് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്. നമ്മൾ ഈ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കാരണം പറയുമല്ലോ, നാശായ ഒന്നും പറയരുതെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം പിന്നെ വരും എന്നാൽ വരാതെ ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ സാമ്യം കണ്ടെത്തുക അല്ലെങ്കിൽ വ്യത്യാസം കണ്ടെത്തുക. ഇതാണ് ഇന്നത്തെ എൻ്റെ പരിപാടിയുടെ വൺ ലൈൻ. അതായത് ഞാൻ ചിലപ്പോൾ പറയുന്നത് സിനിമകളായിരിക്കാം അല്ലെങ്കിൽ പാട്ടുകളായിരിക്കും. ഇത് കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പുസ്തകങ്ങളും സാഹിത്യമൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സിനിമയും മ്യൂസിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ കഥ നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിരി നിർത്തും. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ഞാൻ ചില സിനിമാ പേരുകൾ പറയും, അല്ലെങ്കിൽ ഞാൻ ചില പാട്ടുകൾ പറയും. അതിനകത്ത് നിന്ന് ചിലപ്പോൾ ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കും അതിനകത്ത്. എന്താണ് ആ സാമ്യത? ആ പറഞ്ഞ 2, 3, 4 ഒക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. അതിനകത്ത് എന്താണ് സാമ്യത എന്ന് പറയണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒന്നൊരു ഓഡ് വൺ ഔട്ട് ഉണ്ടാവും, എന്തെങ്കിലും വ്യത്യാസമുള്ളൊരിതുണ്ടാവും. അപ്പോൾ
അതാണ് പറയേണ്ടത്. പിന്നെ ആദ്യമേ തന്നെ കണ്ടീഷൻ പറയുകയാണ്, ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാമ്യമല്ലാതെയും സാമ്യങ്ങൾ ഉണ്ടായിരിക്കാം, ഞാൻ ഉദ്ദേശിച്ച വ്യത്യാസമല്ലാതെയും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിലും അത് വാലിഡ് ആണെന്ന് ഇവിടെ ബാക്കിയുള്ളവർ പറയുകയാണെങ്കിൽ അവർക്കും പോയിന്റ് കൊടുക്കുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ അല്ലേ? ഇതിനു മുമ്പ് വന്ന പോലെ ഉള്ളവരൊന്നല്ല. സ്ഥിരത ഇല്ലെന്ന് അർത്ഥമോ? എക്സാമ്പിൾ കാണിക്കണം അല്ലേ? എക്സാമ്പിൾ ഇപ്പം എന്താ കാണിക്കാം? നമുക്കങ്ങ് തുടങ്ങാം. ആദ്യത്തേന് നമുക്ക് പിന്നെ പോയിന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കങ്ങ് തുടങ്ങല്ലേ. അപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. ഞാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടിയൊന്നും വരില്ല. ഇപ്പോൾ നമുക്ക് ആദ്യത്തേത് ഒരു ട്രയലായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ, നമ്മളൊരു കോമൺ ഫാക്ടറാണ്. ഞാൻ 3 സിനിമകൾ പറയുകയാണ്. ആ 3 സിനിമകളിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അത് എന്തും ആവാം കേട്ടോ. അത് വസ്തു ആവാം, വ്യക്തി ആവാം, എന്തെങ്കിലും ഒരു സംഭവം ആവാം, അങ്ങനെ എന്ത് വേണേലും ആവാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. 3 സിനിമകൾ. ഒന്ന് പുണ്യാളൻ അഗർബത്തീസ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് വൺ പുണ്യാളൻ അഗർബത്തീസ്, സെക്കൻഡ് വൺ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്, തേർഡ് വൺ തൂവാനത്തുമ്പികൾ. എന്താണ് ഇതിനകത്ത് കോമൺ ഫാക്ടർ എന്നാണ് പറയേണ്ടത്? ഒന്നുകൂടെ പറയാം. 1 പുണ്യാളൻ അഗർബത്തീസ്, 2 പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്, 3 തൂവാനത്തുമ്പികൾ. എന്താണ്? ഉക്രൈനത്. പിന്നെ എൻ്റെ ചോദ്യം കേട്ടോ. 3 സിനിമകളാണ്. പുണ്യാളൻ അഗർബത്തീസ്, പ്രാഞ്ചിയേട്ടൻ, ഇതാ വന്നു തൃശ്ശൂർ സ്ലാങ്. ആദ്യം വന്ന് തൊയ്ബ് കടങ്ങോടിൻ്റെ ആണ്. പിന്നെ പവിത്ര പറഞ്ഞു തൃശ്ശൂർ, ദീപികാജിത്ത് തൃശ്ശൂർ പറഞ്ഞു. എനിക്കറിയാം പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് ഉത്തരം പറയുന്നില്ല. ഓക്കെ, തൃശ്ശൂർ. ദിവ്യ ശ്രീകുമാർ പറഞ്ഞു തൃശ്ശൂർ. ഓക്കെ, ഇനി ഞാനിതിൻ്റെ അടുത്തൊരു എനിക്കിവിടെ സ്ലോ കണക്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആണോ? പർവിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് കോമൺ ആയിട്ട് വേറൊന്നും കൂടെ വേറെന്തെങ്കിലും ഒന്നുകൂടെ കാണാനുണ്ടോ? തൃശ്ശൂരാണ്. ഓക്കെ, 3 സംവിധായകരുണ്ട്. അടിപൊളി. ബിന്ദു ചേച്ചി തൃശ്ശൂരാണോ? പ്രകാശ് മണി, അതെ തൃശ്ശൂരാണ്. രോഷ്നി ചന്ദ്രൻ തൃശ്ശൂർ, അതെ തൃശ്ശൂരാണ് ഇതിനകത്ത് കോമൺ ഫാക്ടർ. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ ഞാൻ ഓഡ് വൺ ഔട്ട് എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾ ഏത് മാറ്റും? പാടം. അതിനകത്തൊക്കെ പാടുണ്ടല്ലേ? ഉണ്ടാവുമായിരിക്കും. ഇതിന് പോയിന്റ് തന്നില്ലേൽ ഇവിടെ നിര. ഇത് എക്സാമ്പിളാണ്. ഈ 3 ചിത്രങ്ങൾ തന്നെ ഞാൻ ഒരു ഓഡ് വൺ ഔട്ടിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ചിന്തിക്കാനുള്ള പല വഴികളുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പുണ്യാളൻ അഗർബത്തീസ്, പ്രാഞ്ചിയേട്ടൻ, തൂവാനത്തുമ്പികൾ, ഇത് 3 കണ്ടവർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഒരു ഓഡ് വൺ ഔട്ട് ഉണ്ട് ഇതിനകത്ത്. ഏതാണ് ഓഡ് വൺ ഔട്ട്? തൂവാനത്തുമ്പികൾ തൃശ്ശൂർ സ്ലാങ് ആണ്. ഫിലിം കണ്ടിട്ടില്ലെന്നോ? ജയശ്രീ കാണേണ്ട പോലെ കാണുക. അഞ്ചു രഞ്ജിമേനെ തൂവാനത്തുമ്പികൾ കണ്ടിട്ടില്ലേ പോലും. ഓഡ് വൺ ഔട്ട് പുണ്യാളൻ അഗർബത്തീസ്. ഓഡ് വൺ ഔട്ട് പറയുമ്പോൾ റീസണും കൂടെ പറയണം. ഓഡ് വൺ ഔട്ട് പറയുമ്പോൾ ഒരു റീസൺ പറയണം. അത് റീസൺ പുണ്യാളൻ അഗർബത്തി നായകൻ മാരീഡ് ആണ്. കണ്ടാ ഒരു വ്യത്യാസം കണ്ട്. പുണ്യാളൻ അഗർബത്തീസ്. ബാക്കി 2 സൂപ്പർ സ്റ്റാറുകളാണ്. കൊള്ളാം. ജയസൂര്യ എടുത്തു മാറ്റി എനിക്കിവിടെ ഇഷ്ടമല്ല. ഇതൊരു നിലയ്ക്ക് പോവില്ല പറവി, നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഒരു വ്യത്യാസം പറഞ്ഞു. എന്തായിരുന്നു വ്യത്യാസം? മാരീഡാണ്. നായകൻ മാരീഡാണ്. ബാക്കി 2ലും നായകൻ. തൂവാനത്തുമ്പികൾ മാജിക്കൽ റിയലിസം ഇല്ല. ഓക്കെ, പിന്നെ പുണ്യാളനകത്ത് അങ്ങനെ പറയുന്നുണ്ടോ? എന്തായാലും ആവട്ടെ. തൂവാനത്തുമ്പിയിൽ കട്ട പ്രണയം. ബാക്കി 2ലും ചെറുതായിട്ടാണെങ്കിലും പ്രണയം ഉണ്ടല്ലോ. അപ്പം ഞാനൊരു വ്യത്യാസം പറയാം. നിങ്ങളൊക്കെ കുറേ വ്യത്യാസം പറയുന്നുണ്ട്. തൂവാനത്തുമ്പികൾ പ്രണയമാണ് വിഷയം. പ്രാഞ്ചിയേട്ടൻ എന്താ? പ്രാഞ്ചിയേട്ടൻ്റെ വ്യത്യാസം? അജിത്ത് പറഞ്ഞ വ്യത്യാസം എന്തായിരുന്നു? വ്യത്യാസം എന്ന് പറഞ്ഞു. വ്യത്യാസം അജിത്താണോ പറഞ്ഞത്? മാരീഡ് അൺമാരീഡ് പറഞ്ഞത്? ഒരു വ്യത്യാസം, ഇതിനകത്ത് അഭിനയിച്ച ഒരാളാണ്. അതായത് സപ്പോർട്ടിങ് ആക്ടറായിട്ട് അഭിനയിച്ച വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ 2 സിനിമകളിലുണ്ട്, ഒരു സിനിമയിലില്ല. ഏതാന്ന് പറയാൻ പറ്റുമോ? ആരാന്ന് പറയാൻ പറ്റുമോ? തൂവാനത്തുമ്പികൾ നായകൻ കൃഷിക്കാരാണ്, മറ്റേത് 2ലും ബിസിനസ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ആ ചിന്തയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഞാൻ പറഞ്ഞത് രണ്ടുപേരും സൂപ്പർ സ്റ്റാർ ഒരാൾ സൂപ്പർ സ്റ്റാർ അല്ല. അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. അതൊന്നും അല്ലാതെ വേറൊരു വ്യത്യാസം, ഞാൻ പറഞ്ഞ വ്യത്യാസം ആർക്കെങ്കിലും കിട്ടിയോ? രണ്ടിലും ഒരു സപ്പോർട്ടിങ് ആക്ടർ ഉണ്ട്, ഇന്നസെന്റ് ഏതിലൊക്കെയുള്ളത്? പുണ്യാളൻ അഗപത്തീസിലും പ്രാഞ്ചിയേട്ടനിലും ഇന്നസെന്റ് ഉണ്ട്. തൂവാനത്തുമ്പിളിൽ ഇന്നസെന്റ് ഇല്ല. ഓക്കെ, അപ്പം ഇതുപോലുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. എൻ്റെ ബുദ്ധി ഇവിടെ ആർക്കും ഇല്ല. ജയശ്രീയുടെ ബുദ്ധി ഇവിടെ വേറെ ആർക്കും ഉണ്ടാവാനാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരാൾ ഇന്നസെന്റ് ആണ്. ഇനി ഒരാളെയും കൂടെ പറയാൻ പറ്റുമോ? ഇത് തുടക്കമായതുകൊണ്ടാണ് കേട്ടോ. ഇത്രയും ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ +2. പ്രാഞ്ചിയേട്ടനിൽ പാട്ടില്ലെന്ന് ആര് പറഞ്ഞു? കിനാവിലെ ജനാലകൾ, അത് പ്രാഞ്ചിയേട്ടനിലെ പാട്ടല്ലേ? ഇന്നെൻ്റെ തല പുകഞ്ഞ് കത്തും. ലേറ്റ് ആയിട്ടില്ല അജിത്ത്, ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളൊരു സോങ് പാടിയത് MG ശ്രീകുമാറാണ്. മറ്റേനകത്ത് രണ്ടിനകത്തും MG ശ്രീകുമാർ പാടിയിട്ടില്ല, അതാണ് വ്യത്യാസം. ഓക്കെ, ഇന്നസെൻ്റ് ഒരു വ്യത്യാസമാണ്. TG രവിയും ഈ പറഞ്ഞ പോലെ തൂവാനത്തുമ്പികളിലില്ല, പുണ്യാളൻ അഗപത്തീസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമുക്കൊരു ലൈൻ മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കോമൺ ആയിരിക്കാം. ഓക്കെ, ഇനി ഒരു കോമൺ ഫാക്ടർ. 2 സിനിമകളിൽ നായികമാരുണ്ട്, ഒന്നിലില്ല. പുണ്യാളനിൽ നായികയുണ്ടല്ലോ, അവൻ്റെ ഭാര്യയായിട്ട് നൈല ഉഷല്ലേ, അത് നായികയല്ലേ? നായികയായിട്ട് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, 3 സിനിമ അത് കോമൺ. ഇങ്ങനത്തെ കോമൺ ഫാക്ടർ ഒന്നും പോലെ ഷാജു പോലെ ടഫൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഇത് തല്ലുകൂട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിന്തിച്ചുത്തരം പറയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉത്തരം പറഞ്ഞിട്ട് ഇത് ആര് പറഞ്ഞു എന്നുള്ള സംശയം വരില്ലല്ലോ. അപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഉത്തരം പറയാൻ. ഇനി ഞാൻ 3 പാട്ടുകൾ, ഓക്കെ, 3 പാട്ടുകൾ പറയാം. ആ 3 പാട്ടുകളിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താന്ന് പറയണം. ഞാൻ പാട്ട് പറയണോ പാടണോ? പാടിയേക്കാം അല്ലേ? ഇനി മാനത്തും നക്ഷത്രപ്പൂക്കാലം, ആ പാട്ട് കേട്ടിട്ടുണ്ടോ? കവർ സ്റ്റോറി എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ട്. ഓക്കെ, രണ്ടാമത്തെ പാട്ട് മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളി. കേട്ടിട്ടുണ്ടല്ലോ? 2 പാട്ട് മതിയാവോ? ഈ 2 പാട്ടില് 2 പാട്ട് മതിയാവില്ല, ഒരു പാട്ടും കൂടെ ഞാൻ പറയാം. ഓക്കെ, വാലിന്നി പോവും വാലിട്ടേരൂതിയ വേൽമുനക്കണ്ണുമായി, 3 പാട്ടുകൾ. ഓക്കെ, അപ്പോൾ ഒന്ന് ഇനി മാനത്തും നക്ഷത്ര പൂക്കാലം എന്നുള്ള പാട്ട്, കവർ സ്റ്റോറിയിലെ പാട്ട്. മായാമഞ്ചൽ എന്നുള്ള പാട്ട്, അതേതായിരുന്നു സിനിമയുടെ പേര്? ഞാൻ പേര് മറന്നു, വെരി സോറി. എന്തായാലും ഒരു സിനിമയല്ല. ദേ ഉത്തരങ്ങൾ വരുന്നു. അതെ, അജിത് രാജ് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, മഹേഷ് അമ്പിള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ജയശ്രീ പറഞ്ഞിട്ടുണ്ട്. 2 പാട്ടിലും മാണ്ട്. ഇതാണ് എനിക്ക് വേണ്ടത് അഞ്ജു. മറ്റേത് ഒറ്റയാൾ പട്ടാളമാണ് സിനിമ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഉത്തരം എനിക്കിവിടെ കാണിക്കുന്നത് അജിത് രാജാണ്. ബാക്കി ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? ഉത്തരം ആദ്യം പറഞ്ഞത് അജിത് രാജാണ്. 2 പാട്ട് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു. ഇനി അങ്ങനെ ഞാൻ പറയുന്നതിന് മുമ്പ് പറയാൻ പാടില്ല കേട്ടോ. ഞാൻ ഉത്തരം പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴേ പറയാൻ പാടില്ല. ചിലപ്പോൾ മൂന്നാമത്തെ വേറെ എന്തെങ്കിലും ആണെങ്കിലോ അബദ്ധം പറ്റിക്കരുത്. പാട്ടാണ് ഇത്. പാട്ട് മാത്രമൊന്നുമല്ല, ഇതൊന്ന് പാട്ട്, ഒരെണ്ണം സിനിമയായിരുന്നല്ലോ. ഇനി അടുത്ത പാട്ട്. ഇനി അജിത്താണ്. ഓക്കെ, അപ്പോൾ അജിത് രാജിനാണ് 1 പോയിന്റ് ഇപ്പോൾ പോയേക്കുന്നത് കേട്ടോ. 2 പാട്ടിലും ഉണ്ട്. വളരെ നല്ല കാര്യം. ഇനി 3 സിനിമ പറയാണ്. ആ 3 സിനിമയിൽ കോമൺ ഫാക്ടർ എന്താന്ന് പറയണം. ഓക്കെ, മോഹൻലാൽ വരുന്ന 3 സിനിമയാണ്. അപ്പോൾ മോഹൻലാൽ അല്ല കേട്ടോ കോമൺ ഫാക്ടർ. മോഹൻലാൽ അല്ല അപ്പോൾ കോമൺ ഫാക്ടർ. അപ്പോൾ മോഹൻലാൽ ഇനി ആരും പറയണ്ട. ഭരതം, കിഴക്കുണരും പക്ഷി, പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ. 3 സിനിമകൾ. ഭരതം, കിഴക്കുണരും പക്ഷി, പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ. ഈ 3 സിനിമയിലെ കോമൺ ഫാക്ടർ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ആരും ഉത്തരം വന്നിട്ടില്ല. ഭരതം, കിഴക്കുണരും പക്ഷി, പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ. ഈ 3ലും കോമൺ ഫാക്ടർ
കിഴക്കുണരും പക്ഷിയിൽ ഉർവശി ഉണ്ടോ? ശരത്തല്ലല്ലോ സംഗീതം മൂന്നിലും അല്ല. ഇതിലേതിലെങ്കിലും ശരത്തുണ്ടോ? ആദ്യം പറഞ്ഞതിൻ്റെ ഉത്തരം ശരത്ത് എന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വൈശാഖ് ജയ് പറഞ്ഞത് ആദ്യത്തിൻ്റെ ഉത്തരമാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. കിഴക്കുണരും പക്ഷിയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആരെങ്കിലും ഒന്ന് പറയൂ. ഉണ്ടോ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാനതിൽ മാർക്ക് തരുന്നതായിരിക്കും. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഇല്ല. മൂന്നും ഞാൻ കണ്ട സിനിമകൾ അടിപൊളി. ഓക്കെ. നെടുമുടി വേണു. നെടുമുടി വേണു പെരുവണ്ണാമരത്ത് വിശേഷങ്ങളിലുണ്ടോ? പെരുവണ്ണാമരത്ത് വിശേഷങ്ങൾ നെടുമുടി വേണു ഉണ്ടോ? എനിക്കൊരു സംശയം. ചുമ്മാ എറിഞ്ഞു നോക്കിയതാണല്ലേ. വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാം. നെടുമുടി വേണു ഉണ്ടോ? എനിക്കൊരു സംശയമാണ്. രവീന്ദ്രൻ മാഷ്. പെരുവണ്ണാമരത്തെ വിശേഷങ്ങൾ രവീന്ദ്രൻ മാഷാണോ? ഒന്ന് സെർച്ച് ചെയ്യണല്ലോ. അതെനിക്ക് അറിയില്ല. ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ആണ് അതിൻ്റെ കോമൺ ഫാക്ടർ. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ചുമ്മാ ഇറങ്ങി നോക്കിയതാ ഭാവം. നെടുമുടി വേണു ഉണ്ടോ എന്നുള്ളത്, അയ്യോ ആരും ഉത്തരം പറയുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരമാണത്. ഒരു അഭിനേതാവ്, അഭിനേത്രി എന്ന് വേണമെങ്കിൽ പറയാം. ഹലോ ഓൾ. ഫാസിൽ ഷാഹിദ്. ഹലോ ഓൾ. അപ്പം എൻ്റെ ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. 3 സിനിമകൾ, ഭരതം, കിഴക്കുണരും പക്ഷി, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് ആരുണ്ട്? KPSC ലളിത. കതിരോല പന്തലൊരുക്കി. പെരുവണ്ണാപുരത്തെ മോഹൻലാലിൻ്റെ സിനിമയല്ല പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. പക്ഷെ അതിനകത്ത് മോഹൻലാലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ എന്ന് പറയണ്ട എന്നാണ്. വീണ്ടും ഉത്തരങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കതിരോല പന്തലൊരുക്കി. അതേ ഉത്തരം വന്നു. കൊള്ളാം. വിജിത അനീഷ് ഒരു ഉത്തരം പറഞ്ഞു. ദീപികാജിത്ത് ഒരു ഉത്തരം പറഞ്ഞു. പ്രകാശ് മണി ഒരു ഉത്തരം പറഞ്ഞു. മീന 3ലും ഉണ്ടോ? എൻ്റെ ഉത്തരം ഇതായിരുന്നു. കവിയൂർ പൊന്നമ്മയായിരുന്നു. 3ലും മോഹൻലാലിൻ്റെ അമ്മയായിട്ട് കവിയൂർ പൊന്നമ്മയാണ് വന്നിട്ടുള്ളത് അല്ലേ? ആണ്. ഇതിൽ ആദ്യം പറഞ്ഞത്, കവിയൂർ പൊന്നമ്മ എന്ന് ആദ്യം പറഞ്ഞത് വിജിത അനീഷാണ്. ആണോന്നൊന്ന് പറയോ? വിജിത അനീഷാണ് വന്നിട്ടുള്ളത്. കിഴക്കുണരും പക്ഷിയിൽ KPSC ലളിതയാണോ? അല്ലല്ലോ. അല്ല, KPSC ലളിത ഉണ്ടോന്ന്. മീനത്. അയ്യോ, ഇത്രയും ഭീകരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടോ? വിജിതയാണ്. ഓക്കെ. അപ്പം വിജിതയ്ക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണേ. 3 പാട്ടുകളാണ്. ഈ 3 പാട്ടുകളിൽ കോമൺ ആയിട്ട് എന്തുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആ പാട്ടുകളൊന്ന് വിഷ്വലൈസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും കേട്ടോ. ഫസ്റ്റ് പാട്ട് കേരനിരകളാടും. പാട്ട് മനസ്സിലായല്ലോ? കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം. ആ പാട്ടാണ് ഫസ്റ്റ് പാട്ട്. രണ്ടാമത്തെ പാട്ട് വാനിൽ നീ ശ്യാമവർണ്ണൻ. മൂന്നാമത്തെ പാട്ട് നീലക്കുയിലേ ചൊല്ലു മാറി ചൊല്ലു നീ എൻ്റെ മാരനെ കണ്ടോ. 3 പാട്ട് ഞാൻ പറഞ്ഞു. ഒന്ന് കൺഫേം ചെയ്യോ ഞാൻ ഈ ചോദ്യം ചോദിച്ചത് കേട്ടു എന്നുള്ളത്? മൂന്ന് ഉത്തരം. വേണുഗോപാലാണോ? എല്ലാത്തിലും പുഴ, കുട്ടനാട്, കായൽ, പാടം. കണ്ട ചിത്ര ചേച്ചി പാടിയത്. കേരനിരകളാടും ചിത്രയല്ലല്ലോ പാടിയത്. അല്ല, അത് കണ്ട ഉത്തരങ്ങളുടെ പെരുമഴയാണ്. എല്ലാത്തിനകത്തും ഇപ്പം തെങ്ങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങില്ലാത്ത കേരളത്തിലുള്ള പാട്ടുകളും സിനിമകളൊക്കെ കുറവായിരിക്കില്ലേ? തെങ്ങൊക്കെ എല്ലാത്തിലും ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും കാണില്ലേ? എന്നാലും മെയിനായിട്ടുള്ള സംഭവം
അഞ്ജു രഞ്ജിമ പറഞ്ഞ വള്ളമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അഞ്ജു രഞ്ജിമയ്ക്ക് മാർക്ക് കൊടുത്തോട്ടെ, അതിന് ആർക്കെങ്കിലും പരാതി ഉണ്ടോ? മൂന്നിലും മെയിനായിട്ട് പെട്ടെന്ന് ജയചന്ദ്രനാണ് പാടിയത്. എല്ലാത്തിലും ആൾക്കാർ വള്ളത്തിലാണ് പിന്നെ ഉള്ളത്. വള്ളമാണ് അതിൻ്റെ കോമൺ ഈ 3 പാട്ടുകളിലും. ഓക്കെ, അപ്പോൾ പരാതി ഉണ്ടെന്നാ. പരാതി എന്ത് പറയുന്നു ബാക്കിയുള്ളവർ എന്ത് പറയുന്നു? നീലക്കുയിൽ പാടിയത് വേണുഗോപാൽ അല്ല. വള്ളമാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കോമൺ ഫാക്ടർ. വള്ളം പുഴയിൽ വള്ളം എന്തുകൊണ്ട് കണ്ടില്ല? അതാണ് എൻ്റെ ചോദ്യം. സുമേഷ് ആണോ ആദ്യം വള്ളം പറഞ്ഞത്? ഞാനൊന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. സുമേഷ് എന്ന് പറഞ്ഞ ഒരു ഉത്തരം എൻ്റെ ഇവിടെ കാണിക്കുന്നില്ലല്ലോ. ഇനി ഞാൻ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിരുന്നോ സംശയമുണ്ട്. എൻ്റെ കണ്ടത് ആരാണ് ആദ്യം പറഞ്ഞതെന്ന് ജയശ്രീ ഒന്ന് പറയോ? അഞ്ജു അല്ലേ? ഓക്കെ, അഞ്ജു ആണ് ഉത്തരം പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ഐക്യം ഏകദേശം ഒന്നാന്ന് മനസ്സിലായില്ല. അഞ്ജു രഞ്ജിമ. ഓക്കെ, അതെ, അത് എപ്പോഴും അങ്ങനെയാണ്, ഐക്യം മാത്രമല്ല. അപ്പോൾ ഇനി അടുത്ത ഒരു ചോദ്യം, ഒരു ഓഡ് വൺ ഔട്ട്. എന്ത് ചോദിക്കും ഇപ്പോൾ? എന്താ ഫ്രാഞ്ച് ഒഴിവാക്കണം? അയ്യോ, ആരെങ്കിലും ഒന്ന് പറയൂ, സുമേഷ് മനക്കുളാണോ പറഞ്ഞതെന്നുള്ളത്? സുമേഷ് ആണോ ഫസ്റ്റ്? ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, ചിലപ്പോൾ ആ സമയത്ത് വന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അഞ്ജു ആണെന്ന് ജയശ്രീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അഞ്ജുവിന് കൊടുത്തത്. ജോലി ചെയ്യാനുള്ളതുകൊണ്ട് പോവാണല്ലോ അല്ലേ അജിത്തെ? അല്ലാണ്ട് ചോദ്യം പറയാൻ പറ്റാഞ്ഞിട്ടല്ലല്ലേ? ചോദ്യത്തിന് ഉത്തരം പറയാൻ അല്ലെങ്കിൽ മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ പിണങ്ങി പോകുന്നില്ലല്ലോ അല്ലേ? സുമേഷ് ആണ് ഫസ്റ്റ് എന്ന് പവിത്ര പറയുന്നു, ജയശ്രീ പറയുന്നു അഞ്ജു ആണെന്ന്. ഇതിലേതാ പക്ഷേ രണ്ടുപേർക്കും കൊടുക്കണോ? ആരെങ്കിലും ഒരാൾ കൺഫേം ചെയ്യണം. രണ്ടുപേരെയും കൂടെ എനിക്ക് കാണുന്നില്ല. രണ്ടുപേരെയും കൂടെ കാണുന്നതിൽ എനിക്ക് ഒരു കൺഫർമേഷൻ ആരെങ്കിലും പറയുമോ? അതിനൊക്കെ വളരെ മുമ്പ് അഞ്ജു പറഞ്ഞില്ല. എനിക്ക് സുമേഷ് എന്നുള്ളത് ഞാൻ കണ്ടില്ല. വള്ളം ആണോ എന്ന് ചോദിക്കുകയാണ് ചെയ്തില്ല. ചോദിക്കാൻ പാടില്ല, ഉത്തരം പറയണം. ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം ഒരു ഓഡ് വൺ ഔട്ടാണ്. ഓഡ് വൺ ഔട്ട് മൂന്ന് പാട്ടുകളാണ്. 3 പാട്ടുകൾ. ഒന്ന്, വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. ഓക്കെ, ഫസ്റ്റ് സോങ് അതാണ്. ജോസഫ് എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. ഓക്കെ, കണ്ണെത്താ ദൂരം എന്നുള്ള പേരിലുള്ള പാട്ടാണ്. ഞാൻ അതിനകത്ത് ഒരു വരിയ പാടിയത്, കണ്ണെത്താ ദൂരം നീ പോകുന്നു, ആ പാട്ട്. രണ്ടാമത്തെ പാട്ട്, കാത്തിരുന്നു പുഴമെലിഞ്ഞും കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി, അതാണ് രണ്ടാമത്തെ പാട്ട്. എന്ന് നിന്റെ മൊയ്തീൻ എന്നുള്ള സിനിമയിലെ പാട്ടാണ്. മൂന്നാമത്തെ പാട്ട്, ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. 3 പാട്ട് തീവണ്ടി എന്നുള്ള സിനിമയിലെ പാട്ടാണ് മൂന്നാമത്തെ പാട്ട്. ആരും വന്ന് ആദ്യത്തെ അക്ഷരം കായായിരുന്നു രണ്ടിലെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഒന്ന് കണ്ണെത്താ ദൂരം നീ പോകുന്നു എന്നുള്ള പാട്ട് ജോസഫിലെ പാട്ട്, രണ്ടാമത് കാത്തിരുന്നു എന്നു നിന്റെ മൊയ്തീനിലെ പാട്ട്, മൂന്നാമത്തെ പാട്ട് ജീവാംശമായി. ഈ 3 പാട്ടിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയണം. ഓഡ് വൺ ഔട്ട് പറയുന്നവർ അതിന്റെ റീസണും പറയണം, എന്നാലേ ഓഡ് വൺ ഔട്ടിന് മാർക്ക് കിട്ടുള്ളൂ. ഓഡ് വൺ ഔട്ട് ഏതാന്ന് പറയണം, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടെ, എങ്ങനെയാണ് ഓഡ് വൺ ഔട്ട് ആയതെന്ന് പറയണം. 2 ആൻസർ എനിക്കിവിടെ കാണുന്നുണ്ട്, പക്ഷെ കാരണം കാണുന്നില്ല. 3ലും നായകൻ മരിക്കേ? തീവണ്ടിയിൽ നായകൻ മരിക്കുന്നില്ലല്ലോ. ജോസഫിൽ മരിക്കുന്നുണ്ട് ലാസ്റ്റ്, എന്ന് നിന്റെ മോദീനിലും മരിക്കുന്നുണ്ട്. പറയൂ. തീവണ്ടി, മറ്റതിൽ 2ലും നായകന്റെ പേര്. അത് കൊള്ളാലോ. അത് ഞാൻ
രണ്ടെണ്ണം വിജയ് യേശുദാസ്. ജീവാംശമായി വിജയ് യേശുദാസ് ആണോ? ജീവാംശമായി വരണില്ല. ജോസഫ് ഹീറോയിൻ ഡെഡ് അതർ ടു അല്ലേ? രണ്ടെണ്ണം ഹരിനാരായണൻ. കാത്തിരുന്നു ഇസ് ദ ഓഡ് വൺ ഔട്ട്. വൈ? അത് ഏത് എന്ത് എന്നൊക്കെ പറയണമെങ്കിൽ ഓഡ് വൺ ഔട്ട് വെറുതെ പറഞ്ഞാൽ പോരാ. ആദ്യത്തെ പാട്ട് പാടിയത് ശ്രേയ ഘോഷാൽ അല്ല. കാത്തിരുന്നു ജീവാംശമായും ശ്രേയ ഘോഷാലാണോ? ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ കാരണമടക്കം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അജിത്താണ് ഞാൻ ഉദ്ദേശിച്ച ഉത്തരം പറഞ്ഞിട്ടുള്ളത്. രണ്ടെണ്ണം എഴുതിയത് ഹരിനാരായണനാണ്, ഒന്ന് റഫീഖ് അഹമ്മദാണ് എഴുതിയത്. മൂന്നും അവാർഡ് കിട്ടിയ പാട്ടുകളാണ് മൂന്നും. അല്ല, ഞാൻ കണ്ടത് തന്നെ പറയണം നിർബന്ധമൊന്നുമില്ല. കാത്തിരുന്നു റഫീഖ് അഹമ്മദാണ്. ഇത് കണ്ടില്ലേ, ഒത്തിരി പേര് ആൻസർ പറയുന്നുണ്ട്. കാത്തിരുന്നു റഫീഖ് അഹമ്മദാണ്, ബാക്കി രണ്ടെണ്ണം ഹരിനാരായണനാണ് എഴുതിയിട്ടുള്ളത്. ഇനി അതല്ലാണ്ട് തീവണ്ടി ഓട്ട് വൺ ഔട്ട് മറ്റു രണ്ട് പാട്ടിന് സിനിമകളിൽ ഒരാളുടെ പേരുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ പാട്ടിലെ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ സിനിമയിലത്തെ ആ സിനിമകളുടെ പേരിന്റെ വ്യത്യാസം പറയുന്നത് ശരിയല്ലല്ലോ. ആ പാട്ടുകളിൽ ഒരു ഓഡ് വൺ ഔട്ട് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പാടിയ ആൾക്കാരാവാം. പിന്നെ പാടിയ ആൾക്കാർ ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. ജീവാംശമായും ശ്രേയ ഘോഷാലാണോ പാടിയിട്ടുള്ളത്? ആണോ? എനിക്ക് ഒരു സംശയം. ഇപ്പോൾ ഈ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ സംശയം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്നെ ഉത്തരം പറഞ്ഞ് പിന്നെ സഹായിക്കേണ്ടതാണ്. ജീവാംശമായി ശ്രേയ ഘോഷാലാണ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ശ്രേയ ഘോഷാൽ പറഞ്ഞ ആൾക്കും സമ്മാനം കൊടുക്കേണ്ടി വരും, കാരണം അത് ശരിയാണ്. പിന്നെ ഒരു ഉത്തരം ഈ പറഞ്ഞ പോലെ ജീവാംശം ശ്രേയാണ് പാടിയത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ണെത്താ ദൂരം എന്ന് പറഞ്ഞത് ഓഡ് വൺ ഔട്ടായി മാറും. അപ്പോൾ അത് രണ്ട് പറഞ്ഞത്, ഒന്ന് പറഞ്ഞത് അജിത് വള്ളോലിയാണ്, ഒരെണ്ണം പറഞ്ഞത്. വേറെ ആ ശ്രേയയുടെ കാര്യം പറഞ്ഞത് ആരാന്നൊന്ന് പറയാം. ആദ്യത്തെ പാട്ട് പാടിയത് ശ്രേയ ഘോഷാൽ അല്ല എന്നുള്ളത് ദിവ്യ ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ദിവ്യ ശ്രീകുമാർ അല്ലാതെ അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രേയ ഘോഷാല് ദിവ്യ ശ്രീകുമാർ പറഞ്ഞു, ഞാൻ കണ്ടു. അതല്ലാതെ അതിന് മുമ്പ് വേറെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ദിവ്യ ശ്രീകുമാറിനും ഒരു മാർക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞോ? അജിത് രാജ് പറഞ്ഞോ? ഞാനത് ഒന്ന് നോക്കട്ടെ. അജിത് രാജ് ഒരു മിനിറ്റ് അജിത് രാജ് നോക്കട്ടെ. അജിത് രാജ് ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യൂ. എനിക്കിത് ഇവിടുന്ന് നോക്കുമ്പോൾ വീണ്ടും കയറി പലതും വരുവാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ആരെങ്കിലും ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് പറയോ? വിജിതാനീഷ് കാത്തിരുന്നു. പിന്നെ അത് വിജിതാനീഷ് എപ്പോഴാണ് പറഞ്ഞത്? ആരെങ്കിലും ഒരാളൊന്ന് കൺഫേം ചെയ്യോ? ഓഡ് വൺ ഹരിന്ന് അത് ഏതാണെന്നും എന്താണെന്നും കൂടെ പറയണം അജിത് രാജ്. രണ്ടും കൂടെ പറയണം. ദിവ്യ മാത്രമല്ലേ പറഞ്ഞോളൂ അത് ആ പോയിന്റ്. അതിന് മുമ്പ് ദിവ്യയ്ക്ക് മുമ്പ് ആരും പറഞ്ഞില്ലല്ലോ. അതേപോലെ ഈ പറഞ്ഞ വ്യത്യാസം ആദ്യം പറഞ്ഞത് പേരുകൾ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതും കൂടെ പറഞ്ഞത് ആരാണ് എന്നുള്ളത്, അത് ഏതെന്ന് പറയണം. ഒരു മിനിറ്റ്. രണ്ടാമത്തെ ഓഡ് വൺ ഹരി എന്ന് പറഞ്ഞത് ദിവ്യയ്ക്കും അജിതുള്ളതിലേക്കും പോയിന്റ് കൊടുക്കും. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളതെല്ലാം അതേ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ അല്ലേ? ദിവ്യാണ് ശ്രേയ എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ അല്ലേ? അടുത്തത് 3 സിനിമകൾ. ആ 3 സിനിമകളിൽ ഒരു കോമൺ തിങ് ഉണ്ട്. ആ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ 3 സിനിമകളിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്നാണ് പറയേണ്ടത്. ഒന്ന് കിരീടം, രണ്ടാമത്തത് ദേവാസുരം, മൂന്നാമത്തത് ആടൊരു ഭീകരജീവിയാണ്. 3 സിനിമകൾ കിരീടം, ദേവാസുരം, ആടൊരു ഭീകരജീവിയാണ്. എന്താണ് അതിനകത്തുള്ള കോമൺ ഫാക്ടർ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങൂ.
3 സിനിമകൾ, അതിലെന്താണ് കോമൺ? എനിക്കിവിടെ സ്ലോ കണക്ഷൻ കാണിക്കുന്നു. പോട്ടെ, സാരല്ല. അതാണ് എൻ്റെ ലാസ്റ്റ് എനിക്ക് കാണിച്ച മെസ്സേജ്. എനിക്ക് കാണുന്ന ലാസ്റ്റ് കമൻറ്റ് അജിത് രാജിൻ്റെ പോട്ടെ സാരല്ല എന്നാണ്. അതിനുശേഷം ആരെങ്കിലും ഉത്തരം പറഞ്ഞോ എന്ന് എനിക്ക് കാണുന്നില്ല. ചോദ്യം കേട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കൺഫേം ചെയ്യോ ചോദ്യം കേട്ടു എന്നുള്ളത്? 3 സിനിമകൾ, അതിനകത്തുനിന്ന് അതിൻ്റെ കോമൺ ആയിട്ടുള്ള എന്താണ് സാമ്യത? കിരീടം, ദേവാസുരം, ആടൊരു ഭീകരജീവി. അയ്യോ, ആരും കേൾക്കുന്നും കാണുന്നൊന്നും ഇല്ലേ? ക്ലൂ. കേട്ടു. ക്ലൂ. ആ 3 സിനിമയെക്കുറിച്ചും ആലോചിക്കൂ. ആ 3 സിനിമകൾ 3 സിനിമയെക്കുറിച്ച് ആലോചിച്ചാൽ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണത്. അതിന് ഞാൻ ക്ലൂവിൻ്റെ ഒന്നും കാര്യമില്ല. ബാച്ചിലേഴ്സ് അതിനേക്കാളൊക്കെ പെട്ടെന്ന് കിട്ടുന്നൊരു ഉത്തരമില്ലേ അജിത്ത്? ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? 3ലും ഇരുമ്പായുധം. ആണോ? 3ലും ഹീറോസ് ബാച്ചിലേഴ്സ് ആണ്. വേറെ ആരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാനിതിന് ഉത്തരം തരാം. ജയസൂര്യ അതിനകത്ത് ബാച്ചിലർ അല്ല. ശരിയാ, ബാച്ചിലർ അല്ല. അപ്പൊ പോയി. ഒന്നുകൂടെ ചോദ്യം. 3 സിനിമകൾ, ആ 3 സിനിമകളുടെ ഒരു കാര്യത്തിൽ സാമ്യത ഉണ്ട് ഈ 3 സിനിമകളിലും. അതെന്താന്നുള്ളതാണ്. പിന്നെ കിരീടം, ദേവാസുരം, ആടൊരു ഭീകരജീവി. മുണ്ട്. ഭയങ്കര ഒബ്സർവേഷൻ ആയി പോയല്ലോ. അയ്യോ, എനിക്ക് മാത്രമല്ല, നായകന്മാർ അടികിട്ടിക്കിടക്കും. അടിപൊളി ആൻസർ. ഹായ് ജലജ നാരായണൻ ചേച്ചി. അന്തം വിട്ടിരിക്കോ? അല്ല, 10 പോയിന്റ് കൊടുക്കണം. ക്രോണിക് ബാച്ചിലർ അല്ല എന്നേ ഉള്ളൂ. സാഹചര്യവശാൽ ബാച്ചിലർ ആണ് എന്നുള്ളതാണ് അജിത്ത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും അല്ല, വേറൊരു ഉത്തരം ഉണ്ട്. പറ്റില്ല, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം തന്നെ എനിക്ക് കിട്ടണം. ഉത്തരം പറയൂ. നായകന്മാർ അല്ലാത്ത വേഷം. കിരീടത്തിലെ എല്ലാ സീനിലും മോഹൻലാലും കൊണ്ടുകൊടുത്തിട്ടാ ഗാങ്സ്റ്റർ. ആടൊരു ഭീകരജീവിനെ ഗാങ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നായകന്മാർക്ക് നിക് നെയിം ഉണ്ട്. നായന്മാർ അടികെട്ടിക്കിടക്കും. അബുവിന്റെ കത്തി, കീരിക്കാടനെ കൊന്നേ, ശേഖരന്റെ പാട്. ഒരാളുടെ ഉത്തരം വന്നു. എനിക്ക് തൃപ്തിയായി. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഒരാളുടെ അടുത്ത് കിട്ടി. ശ്രീലക്ഷ്മി സുധീർ. ഇത്രയും നേരം തന്നിട്ട് ഇപ്പോഴാണ് ഒരാൾക്ക് ഉത്തരം കിട്ടിയത്. ശ്രീലക്ഷ്മി സുധീറാണ് ഉത്തരം പറഞ്ഞത്. ഈ 3 സിനിമയ്ക്കും സെക്കൻഡ് പാർട്ടുണ്ട്. കണ്ടാ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരല്ലേ ഇത്? ആർക്കെങ്കിലും ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന ഉത്തരല്ലേ? ഇത് ഇത്ര വലിയ ബുദ്ധിമുട്ടാ? മലയാളികൾക്ക് ആർക്കെങ്കിലും അറിയാത്ത സിനിമകളാണോ ഇത്? അല്ലല്ലോ. അപ്പൊ ഇനി അടുത്തൊരു 100 മതിയാവില്ല ജയശ്രീ. അതിന് അത് നമുക്ക് വേറെ കൊടുക്കാം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാൾ ഇത്ര നേരം കഴിഞ്ഞിട്ടാണെങ്കിലും ഉത്തരം പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങാനും ഉത്തരം പറയാണ്ട് പോകുമോ ആരെങ്കിലും എന്ന്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ഒരു സാമ്യത കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു ചോദ്യമാണ്. 3 പാട്ടുകളാണ്. 3 പാട്ടുകൾ. അതെന്താണ് അതിൻ്റെ സാമ്യത എന്നുള്ളതാണ് പറയേണ്ടത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, KS ചിത്ര പാടിയ 3 പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് KS ചിത്രയാണ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട. വേറെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, അതാണ് എനിക്ക് അറിയേണ്ടത്. പാട്ടുകളാണ്, അപ്പോൾ അത് ആലോചിക്കാം. ഓക്കെ, ഫസ്റ്റ് പാട്ട്. പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടം താനറിയേൻ ഈടറിയേൻ എഴുത്തറിയേൻ എഴുത്തുവകനാനറിയേൻ. ആദ്യത്തെ പാട്ട് സിന്ധുഭൈരവി എന്നുള്ള സിനിമയിലെ പാട്ടാണ്, ചിത്രപാടിയ പാട്ടാണ്. അടുത്തത് ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂടവ ചാത്തി രാത്രി. അതും ചിത്രപാടിയ പാട്ടാണ്. ഇനി പായലേ ചുൻമുൻ ചുൻമുൻ झांझरे रुंचुन रुंचुन कितना मधुर है ये मिलन. 3 സിനിമകള്, 3 ഭാഷയിലുള്ള 3 പാട്ടുകൾ. അത് 3ഉം പാടിയിരിക്കുന്നത് KS ചിത്രയാണ്. എന്താണ് ഇതിലെ കോമൺ ഫാക്ടർ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വെറുതെ ഗസ് അടിച്ചാൽ തന്നെ കിട്ടാവുന്ന ഉത്തരമാണ്. ബോംബെ രവി അല്ലല്ലോ 3ഉം.
മൂന്നും ബോംബെ രവി അല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യണേ. 3 പാട്ടുകൾ. ഒന്ന് സിന്ധു ഭൈരവിയിലെ പാടറിയൻ പഠിപ്പറിയൻ എന്നുള്ള പാട്ട്, രണ്ടാമത് ഇന്ദുപുഷ്പം ചൂടി നിൽക്കുന്നുള്ള പാട്ട്, മൂന്നാമത് പായലേൻ ചുൻമുൻ ചുൻമുൻ എന്ന് പറഞ്ഞ വിരാസത്ത് എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ട്. പാടറിയൻ ഇളയരാജയാണ്. KS ചിത്രയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, KS ചിത്രയാണ് പാടിയത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. പിന്നെ എന്തായിരിക്കും അടുത്തത്? KS ചിത്രയുടെ 3 പാട്ടുകളാണ്. അപ്പൊ എന്താണ്? വന്നു ഉത്തരം വന്നു. സെയിം രാഗം. എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഇതിന്റെ രാഗം ഏതാണെന്നു. ശ്രീലക്ഷ്മി സുധീർ, ഉത്തരം വന്നിരിക്കുന്നു. ജയശ്രീ ജോണിന്റെ സ്വന്തം അമ്മ ലൂസി ആന്റി ഉത്തരം പറഞ്ഞിരിക്കുന്നു. നായിക പാടി അഭിനയിക്കുന്നു, നാഷണൽ അവാർഡ്. അതെ, ആദ്യം പറഞ്ഞിരിക്കുന്നത് ആന്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ മാർക്ക് കൊടുക്കുകയാണ്. നാഷണൽ അവാർഡിന് സ്പെസിഫിക് ആയിട്ട് അജിത് രാജ് പറഞ്ഞു, അജിത് വള്ളോലി പറഞ്ഞു, അജിത് രാജല്ല, സോറി. പക്ഷെ അവാർഡ് തന്നെ മതിയല്ലോ, അങ്ങനെ സ്പെസിഫിക്കലി വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അവാർഡെന്ന് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധിയിൽ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കുറച്ചെന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇരിപ്പ് വശം. അപ്പോൾ ആൻസർ അത് തന്നെയായിരുന്നു. കാരണം അത് ഗസ് അടിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ അത്. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാണ്. 3നും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. KS ചിത്രയ്ക്ക് 3നും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇംപ്രവൈസ് ചെയ്ത കോപ്പിയുടെ എനിക്ക് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് അടുത്തത് പാട്ട് വേണോ സിനിമ വേണോ? പറയൂ. ഇപ്പോൾ പാട്ടല്ലേ പറഞ്ഞത്, അപ്പോൾ ഇനി അടുത്തത് സിനിമ പറയാം. ഓക്കെ, സിനിമ 3 സിനിമ. അതിൻ്റെ കോമൺ ഫാക്ടർ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 3 സിനിമകളിലും കോമൺ ഫാക്ടർ എന്നാണ് കോമൺ ഫാക്ടർ എന്താണെന്നുള്ളതാണ് ചോദ്യം. 3 സിനിമകളാണ്. ചെമ്മീൻ, നെല്ല്, മദനോത്സവം. 3 സിനിമകൾ. വേഗം പറഞ്ഞോളൂ. 3 സിനിമകൾ: ചെമ്മീൻ, നെല്ല്, മദനോത്സവം. 3 സിനിമകളിൽ എന്താണ് കോമൺ ഫാക്ടർ? ചെമ്മീൻ, നെല്ല്, മദനോത്സവം. സീക്വൽ ഇല്ല, അതാണ് കോമൺ ഫാക്ടർ. മനോഹരമായിട്ടുണ്ട്. രാമു കാര്യായിട്ടിൻ്റെ ആണോ 3? എനിക്കൊരു സംശയം ഉണ്ടല്ലോ. 2 ഓക്കെ, 3ാമത്തേത് രാമു കാര്യായിട്ടിൻ്റെ ആണോ? നോക്കട്ടെ. മദനോത്സവം രാമു കാര്യായിട്ടിൻ്റെ അല്ലല്ലോ. ആണോ? ബാക്ക് ടു സിനിമ. എനിക്കെന്നെ സംശയമായി. ആരെങ്കിലും ഒന്ന് കൺഫർമേഷൻ പറയോ? മദനോത്സവം നമ്മുടെ പഴയ സിനിമ കേട്ടോ, പഴയ മദനോത്സവമാണേ. മദനോത്സവം പഴയ സിനിമയാണ്. അഞ്ജുരഞ്ജിമ. മദനോത്സവം അല്ലല്ലോ എന്നാണ് എൻ്റെയും. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. അതെ, 2ാമത്തെ ആളും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ആദ്യമേ ഉത്തരം പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത്തെ ആൾ വീണ്ടും ഉത്തരം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉത്തരം പറയണോ? ഉത്തരം പറഞ്ഞ ആളെ പറയണോ? പോയി നോക്കണോ? ആദ്യം ഉത്തരം പറഞ്ഞ ജയശ്രീ ജോൺ തന്നെയാണ്. ജയശ്രീയാണ് ഉത്തരം പറഞ്ഞത്. സലീൽ ചൗധരിയാണ് ഈ 3 സിനിമകളുടെയും സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അതാണ് കോമൺ ആയിട്ടുള്ള, കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ജയശ്രീക്ക് തന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സലീം ചൗധരിയാണ് അതിൻ്റെ 3ൻ്റെയും സീക്വലിന് പോയിന്റ് കൊടുത്ത സീക്വൽ അല്ലേക്കും പോയ പിന്നെ വേണം. മദനോത്സവം അതെ, ആജിത്ത് സെർച്ച് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നായിക മരിക്കുന്നത് ആണോ? അതാണോ? എനിക്കറിഞ്ഞൂടാ. നെല്ല് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനകത്ത് നായിക മരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇന്നൊരു മോശം ദിവസമാണ്. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല, എനിക്ക് സങ്കടമാവും. ഓക്കെ,
എന്നാൽ ഇനി അടുത്തത് വെള്ളം അടിച്ചിട്ട് ചത്തു വന്ന സിനിമ അതല്ലല്ലോ, അതേതായിരുന്നു സിനിമ, ഞാൻ മറന്നുപോയി, അയ്യോ. അപ്പോൾ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം, 3 സിനിമകൾ, ആ സിനിമകളുടെ സാമ്യതകൾ തന്നെയാണ് പറയേണ്ടത്. സാമ്യതകൾ എന്താണെന്നാണ് പറയേണ്ടത്. 2 സാമ്യതകളുണ്ട്. 2 സാമ്യതയ്ക്കും ഞാൻ മാർക്ക് തരുന്നതായിരിക്കും. ഒന്നാമത്തെ സാമ്യത ഭയങ്കര എളുപ്പമാണ്. രണ്ടാമത്തെ സാമ്യത 2 സാമ്യത സത്യം പറഞ്ഞാൽ എളുപ്പമാണ്. 3 സിനിമകൾ ഇതാണ്. ഒന്ന് കർമ്മയോഗി എന്ന് പറഞ്ഞ സിനിമ, രണ്ടാമത്തത് കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമ, മൂന്നാമത് കണ്ണകി എന്ന് പറഞ്ഞ സിനിമ. 3 കായൽ തുടങ്ങുന്നൊന്നും പറയരുത്. കർമ്മയോഗി, കളിയാട്ടം, കണ്ണകി. കർമ്മയോഗി, കളിയാട്ടം, കണ്ണകി. ഇതിൽ 3ലും ഒരു കാര്യം കോമൺ ആണ്. കണ്ണകിയിൽ എവിടെ തെയ്യം? കണ്ണകിയിൽ തെയ്യമില്ല. ഹിസ്റ്ററി ആണോ അത്? എനിക്ക് സംശയമുണ്ട്, ഹിസ്റ്ററി ആണോ എന്നുള്ളത് സംശയമുണ്ട്. ഒരു ഉത്തരം വന്നു. ഒരു ഉത്തരം ജയരാജ് എന്നുള്ളതാണ് ഒരു ഉത്തരം, സമ്മതിച്ചു. ആ ജയരാജ് എന്നുള്ള ഉത്തരത്തിന് ഞാൻ മാർക്ക് തരാം. എനിക്കിവിടെ ആദ്യം കാണിക്കുന്നത് അജിത് വള്ളോലിയാണ്, രണ്ടാമത് ദിവ്യ ശ്രീകുമാർ, മൂന്നാമത് ജയരാജാണ്, മൂന്നാമത് അജിത് രാജാണ്. പിന്നെ അപ്പോൾ എനിക്കിവിടെ ആദ്യം കണ്ടത് അജിത്തിൻ്റെ ഉത്തരമാണ് കണ്ടത്, ജയരാജ് എന്നുള്ള ഉത്തരം. അപ്പോൾ അജിത് വള്ളോലിക്ക് ഞാനൊരു മാർക്ക് കൊടുക്കുകയാണ്. ഒരു സാമ്യം ഇതാണ്. രണ്ടാമത്തെ സാമ്യം എന്താണ്? രണ്ടാമത്തെ സാമ്യം ജയരാജിൻ്റെ പടങ്ങളാണ്. രണ്ടാമത്തെ സാമ്യത്തിൻ്റെയും ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം കണ്ടു എല്ലാവരും? കമൻസിൽ ഉത്തരം കണ്ടു എന്ന് വിചാരിക്കുന്നു. 3 ഷേക്സ്പിയർ, 3 ലോകം ക്ലാസിക് ബുക്കുകൾ, 3 സിനിമയാക്കി. അത് ഷേക്സ്പിയറിൻ്റെ അഡാപ്റ്റേഷനാണ്. ഷേക്സ്പിയർ സിനിമകളുടെ കഥകൾ, നോവലുകളുടെ അഡാപ്റ്റേഷനാണ് ഈ 3 എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് ബേസ്ഡ് ഓൺ നോവൽസ്, അത് പിന്നീട് വന്നതാണ്. ബേസ്ഡ് ഓൺ നോവൽസ് 2-3 പേര് പറഞ്ഞു. ആദ്യം തന്നെ പവിത്ര അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവിത്രയ്ക്കും ഒരു മാർക്ക് കൊടുക്കുകയാണ്. ഈ സീക്വലിൽ ഇനിയും ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ജയരാജ് തന്നെ ചെയ്തിട്ടുള്ള ഇനിയും ചിത്രങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നൊക്കെ കമൻറ്റിൽ പറയൂ, ബാക്കിയുള്ളവർക്കും കൂടെ അപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. എളുപ്പമുള്ള ചോദ്യം ഇതാണ്. അത് എളുപ്പമുള്ള ചോദ്യം. 3 സിനിമകൾ, ആ 3 സിനിമകളിൽ ഒരു സാമ്യതയുണ്ട്. കുഞ്ഞിക്കൂനൻ, മയിലാട്ടം, ദാദാ സാഹിബ്. 3 സിനിമകൾ: കുഞ്ഞിക്കൂനൻ, മയിലാട്ടം, ദാദാ സാഹിബ്. ഈ 3 സിനിമകളിൽ എന്താണ് കോമൺ ആയിട്ടുള്ള കാര്യം? എന്താണ്? കർമ്മയോഗി ഞാൻ പറഞ്ഞു. ഇതിനകത്ത് പോയിന്റ് നില വായിക്കാൻ അജിത് രാജ് 1 പോയിന്റ്, വിജിത അനീഷ് 1 പോയിന്റ്, 5 1 പോയിന്റ്, അജിത് വള്ളോലിക്ക് 2, ദിവ്യ ശ്രീകുമാറിന് 1, ശ്രീലക്ഷ്മി സുധീറിന് 1, ലൂസി ആൻറ്റിക്ക് 1, ജയശ്രീക്ക് 1, പവിത്രയ്ക്ക് 1. കുഞ്ഞിക്കൂനൻ, മയിലാട്ടം, ദാദാ സാഹിബ്. 2 ഉത്തരം വന്നിട്ടുണ്ട്. അതിലൊരു ഉത്തരമാണ് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേ ഉത്തരം അജിത് വള്ളോലി ഫാൻസ് ഉണ്ട്. എവിടുന്ന്? ഒരു ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഉത്തരത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു സംശയത്തിലാണ്. ഞാനൊന്ന് നോക്കിയിട്ട് പറയട്ടെ. ഇന്നെല്ലാവരും ഒന്നാ. വിനയൻ എന്നുള്ളൊരു ഉത്തരം വന്നത് ശരിയാണോ? ആണോ? ആരെങ്കിലും ഒന്ന് പറയൂ. ഉണ്ട്. എന്തിന്? ആരെങ്കിലും ഒന്ന് കൺഫർമേഷൻ തരുമോ? ഏതോ ഒന്ന് VM വിനു ആണല്ലോ. ഏതാണ് VM വിനുവിൻ്റെ സിനിമ? ഞാൻ ഉദ്ദേശിച്ചത് ഡബിൾ റോൾ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന ഡയറക്ടർ ശശിശങ്കർ ആണോ ഇതിനകത്ത്? കുഞ്ഞിക്കൂനൻ്റെ ഡയറക്ടർ അല്ല വിനയൻ. അപ്പോൾ വിനയൻ്റെ സിനിമ എന്ന് പറഞ്ഞത് ഉത്തരമല്ല.
പിന്നെ ഉത്തരം ഇതാണ്. ഡബിൾ റോളിലാണ് നായകന്മാർ വരുന്നത്. അത് ആരാണ് ആദ്യം പറഞ്ഞത്? ഡബിൾ റോൾ എന്ന് ആദ്യം പറഞ്ഞത് അജിത് രാജാണ് എനിക്കിവിടെ കാണിക്കുന്നത്. കറക്റ്റ് ആണോ? അജിത് രാജാണോ? അജിത് രാജ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പവിത്ര ഉണ്ണിയെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സുമേഷ് മനക്കുളം നായകൻ ഡബിൾ റോൾ എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ബ്രീസ നിഷാദ് ഡബിൾ റോൾ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉത്തരം. പിന്നെ ഇനി ഇന്നെല്ലാവരും ഒന്നാണ്. ഓക്കെ, വള്ളോലി ഫാൻസ് ഉണ്ട് എന്നോ? ഷോ 3 സിനിമ തിയേറ്റർ കണ്ട അജിത് രാജ് അല്ലേ ഫസ്റ്റ്? അജിത് രാജിന് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അജിത് രാജിന് ഞാൻ മാർക്ക് കൊടുത്തു. ഇനി കുറച്ച് വിനയമുള്ളതുകൊണ്ട് ഞാൻ കൂടെ. ഓക്കെ, അപ്പം ഇനി അടുത്തത് കുഞ്ഞിക്കൂനൻ ശശിശങ്കറാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള വേറൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. 3 സിനിമകൾ, ആ 3 സിനിമകളിലെ ഒരു കോമൺ ഫാക്ടർ. സിനിമകൾ ഇതാണ്: ദേവാസുരം, രാപ്പകൽ, ആറാം തമ്പുരാൻ. എന്താണ് അതിന് 3-നകത്ത് കോമൺ ആയിട്ടുള്ളത്? 3 സിനിമകൾ: ദേവാസുരം, രാപ്പകൽ, ആറാം തമ്പുരാൻ. 3 സിനിമകൾ, അതിൽ 3-ലും എന്താണ് കോമൺ ഫാക്ടർ? അമ്മ. 3-ലും അമ്മയാണ് കോമൺ. 2 പേരുടെ ഉത്തരം വന്നു. മന. ആദ്യ ഉത്തരം പറഞ്ഞത് ജയശ്രീ ജോൺ ആണ്. വരിക്കാശ്ശേരി മനയിലാണ് ഈ 3 സിനിമകളും ഭൂരിഭാഗവും ചിത്രീകരിച്ചിട്ടുള്ളത്. ജയശ്രീ ജോണിന് അപ്പം ഞാനൊരു മാർക്ക് കൊടുക്കുവാണ്. ജയശ്രീ ജോണാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അജിത് വള്ളൂലി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് സഹല യാസർ മന എന്ന് പറഞ്ഞിട്ടുണ്ട്. നായകൻ അനാഥൻ ആണോ ദേവാസുരത്തിൽ? ഓക്കെ. രാപ്പകലിൽ ആറാം തമ്പുരാൻ. ശരിയല്ലേ, നായകൻ അനാഥനാണ്. അപ്പോൾ ഞാൻ അത്രയും ചിന്തിച്ചില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ ലൊക്കേഷനാണ്. എന്ത് ചെയ്യണം? നായകൻ അനാഥന് കൊടുക്കണോ? പക്ഷെ അനാഥൻ എന്ന് പറയാൻ പറ്റില്ല. ദേവാസുരത്തിൽ അമ്മ ജീവനോടെ ഉണ്ടല്ലോ, പിന്നെയല്ലേ മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അനാഥനായിന്ന. എന്നാലും വരിക്കാശ്ശേരി മനയാണ്. പെട്ടെന്ന് ആർക്കും ആലോചിച്ചാൽ കിട്ടുന്ന ഒരു കാര്യസ്ഥനുണ്ട്. അപ്പം അനാഥനല്ലാന്നോ? അപ്പോൾ ഓക്കെ. അപ്പോൾ ആദ്യം ഉത്തരം പറഞ്ഞത് ജയശ്രീയാണ്. അപ്പോൾ ജയശ്രീക്ക് ഞാൻ ഒരു പോയിന്റ്. അപ്പം നിന്ന് കാര്യമായിട്ട് ഉണ്ണാട്ടോ ഷൈബി ഷാജു. എളുപ്പമുള്ള ചോദ്യം കേട്ടിട്ട് അല്ല, എപ്പോഴും നമ്മൾ ഒട്ടും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ ഉത്തരം പറയുന്ന രസമല്ലല്ലോ. ഒന്ന് ചിന്തിച്ചിട്ട് ഉത്തരം പറയുന്നത്. അതായത് ചിന്തിച്ച ഉത്തരം കിട്ടാത്ത സംഭവങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, എന്നാൽ ഏറ്റവും എളുപ്പമുള്ള വേറൊരു ചോദ്യം ചോദിക്കാം. 2 സിനിമകൾ ഞാൻ പറയാം. ആ 2 സിനിമയിലും കോമൺ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ മതി. പരിണയം, വാനപ്രസ്ഥം. വേഗം പറഞ്ഞോളൂ. പരിണയം, വാനപ്രസ്ഥം 2 സിനിമ. ഈ 2 സിനിമയിൽ എന്താ കോമൺ ഫാക്ടർ? പറയൂ. ദേവാസുരത്തിൽ ഭാര്യമ്മയുണ്ട്. ഓക്കെ, 2 സിനിമ: പരിണയം, വാനപ്രസ്ഥം. ഇതിനകത്ത് എന്താ കോമൺ ആയിട്ടുള്ളത്? അവാർഡ്. മോഹൻലാൽ. പരിണയത്തിന് മോഹൻലാൽ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. MT. പരിണയം MTയുടെ ആണോ? മോഹിനി. വാനപ്രസ്ഥത്തിൽ മോഹിനി ഉണ്ടോ? ഇല്ലം. ഇല്ലമല്ലല്ലോ, അത് കൊട്ടാരമല്ലേ. ഇല്ലം എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സിനിമകൾ ഒന്നുകൂടെ മുമ്പോട്ട് പോരട്ടെ. മുമ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിൽ എവിടെയാണ്? അപ്പോൾ അതേ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കഥകളിയാണ് അതിൻ്റെ ഉത്തരം. അജിത്ത് അതിന് മുമ്പ് ഒരു അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവാർഡ് വേണമെന്നുണ്ടെങ്കിൽ പറയാമല്ലേ? എന്താണ് അപ്പോൾ ചെയ്യേണ്ടത്? കഥകളി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം. ബിന്ദു ചേച്ചിയാണ് അത് ആദ്യം പറഞ്ഞിട്ടുള്ളത്. കഥകളി എന്നുള്ള ഉത്തരം ബിന്ദു ചേച്ചി, ബിന്ദു രാജേഷ് പരവൂരാണ് പറഞ്ഞിട്ടുള്ളത്. ബിന്ദു രാജേഷ്. അപ്പോൾ ഞാൻ അതിനൊരു മാർക്ക് കൊടുക്കുകയാണ്. ഈ അവാർഡിൻ്റെ കാര്യം എന്ത് ചെയ്യണം? കമ്മിറ്റി പറയൂ, ജൂറി പറയൂ. നിങ്ങളെല്ലാവരും തന്നെയാണ് ജൂറി. അപ്പോൾ നിങ്ങളെന്ത് പറയും? കഥകളി. കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കഥകളി എന്ന് പറഞ്ഞു. അവസാനം കൊള്ളാവുന്നൊരു ആൻസർ പറഞ്ഞു. ടഫ് ചോദിക്കും, ഉത്തരം പറയല്ലേ. ഓക്കെ. ബിന്ദു ചേച്ചിക്ക് തന്നു, അതിൽ സംശയമൊന്നുമില്ല. അവാർഡ് എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ചെറിയൊരു സംശയം മാത്രമേ ഉള്ളൂ. അത് എന്ത് ചെയ്യണം എന്നുള്ളത് ബാക്കി ഇവിടെ ഉള്ളവർ പറയട്ടെ. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം: 3 സിനിമകൾ. ആ 3 സിനിമകളിൽ കോമൺ ഫാക്ടറാണ് പറയേണ്ടത്. എന്താണ്
ഞാനത് മുമ്പേ പറഞ്ഞതാണ്. ഏതാണ് മുമ്പേ പറഞ്ഞത്? ഞാൻ കണ്ടില്ലല്ലോ. ഏതാണ് മുമ്പേ പറഞ്ഞത്? ഒന്ന് പറയാവോ? അനിൽ കൃഷ്ണ മുമ്പേ പറഞ്ഞോ? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യൂ. എനിക്ക് കാണുന്നതിൽ ബിന്ദു ചേച്ചിയാണ് ഫസ്റ്റ് പറഞ്ഞത്. അവാർഡ് എന്ന് പറഞ്ഞ് എനിക്കൊരു അവാർഡ് തന്ന അവാർഡ് ഉണ്ട് ഉറപ്പായിട്ടുണ്ട്. അവാർഡ് തരും, എടുത്തു വെച്ചിട്ടുണ്ട്, പണിയാൻ കൊടുത്തിട്ടുണ്ട്, ഉടനെ വരും. ആ ന്യൂജൻ പോയിന്റ് പറയൂ. പോയിന്റ് ഇപ്പം മുമ്പിൽ നിൽക്കുന്നത് 3 പേരാണ്. ഒന്ന് അജിത്ത് രാജ് 2 പോയിന്റ്, അജിത് വള്ളോലി 2 പോയിന്റ്, ജയശ്രീ ജോൺ 2 പോയിന്റ്, പിന്നെ 1 പോയിന്റ് വിജിതാനേഷ്, അഞ്ജു നജിമ, പിന്നെ ദിവ്യ ശ്രീകുമാർ, ശ്രീലക്ഷ്മി സുധീർ, ലൂസി ആൻറ്റി, പവിത്ര, ബിന്ദു രാജേഷ്. ഇത്രയും പേർക്ക് ബിന്ദു രാജേഷ് ആണ് ആദ്യം കഥകളിൽ നിന്ന് ഉത്തരം പറഞ്ഞത്. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ഈ 3 സിനിമകളിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത്? 1 രാജശില്പി, 2 വെള്ളി നക്ഷത്രം, 3 ഒരു മുറൈ വന്ന് പാർത്തായ. പാട്ടല്ല, സിനിമ. ഒരു മുറൈ വന്ന് പാർത്തായ. ഇപ്പം എനിക്ക് ചെറിയ സംശയമായി. എന്തായാലും നിങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മളിത് എന്താ പറയുക, നിനക്കുള്ള അവാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര അവാർഡാണ്! ഓക്കെ, ഉത്തരങ്ങൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഈ ചോദ്യം. രാജീവ് നാഥ് ആണോ? ഹിൽ പാലസ് എല്ലാത്തിലും ഇല്ലല്ലോ. നായകൻ്റെ ഭാര്യ മരിച്ചു പോകും. അതായത് ഞാൻ ഇപ്പം ചോദിച്ചപ്പോഴാണ്, ഞാൻ ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായത്. പെട്ടെന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് പുനർജന്മം എന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഒരു മുറൈ വന്ന് വാർത്താൽ പുനർജന്മല്ല, പ്രേതമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ രണ്ടിനും ഒന്നുകിൽ മാർക്ക് കൊടുക്കാം, രണ്ട് ഉത്തരവും പറഞ്ഞവർക്ക് വേണമെങ്കിൽ മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ചോദ്യം അസാധുവായിട്ട് പ്രഖ്യാപിക്കാം. എന്താണ് വേണ്ടത്? ലോലിപ്പ് അവാർഡ് എന്ന് പറയും. ഇല്ലില്ല, ആ ഒരു മുറൈ വന്ന് വാർത്തയൊക്കെ കണ്ടവർക്ക് ചിലപ്പോൾ അവാർഡ് കൊടുക്കേണ്ടി വരും. അല്ലാതെ ആ സിനിമയ്ക്ക് ഒന്നും അവാർഡ് കിട്ടിയിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണം ഒന്ന് പറയോ? ഞാനത് എൻ്റെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അസാധുവാക്കി. ഓക്കെ, ശരി, അത് അസാധുവാക്കി. ചോദ്യം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ ആർക്കും മാർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് 3 സിനിമകൾ എന്താണ് കോമൺ ഫാക്ടർ? ഞാൻ ശരിക്കും കോമൺ ഫാക്ടർ മാത്രം വെക്കാനാണ് വിചാരിച്ചത്. പിന്നെ അവസാന നിമിഷം ഞാൻ കുറച്ച് ഓഡ് വൺ ഔട്ടും കൂടെ കുത്തിക്കയറ്റിയതാണ്. അതുകൊണ്ടാണ് ഈ കോമൺ ഫാക്ടർ കുറേ വന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ചോദ്യം, 3 സിനിമകൾ എല്ലാവരും കണ്ട സിനിമകളാണെന്ന് തോന്നുന്നു. പ്രേതം പുനർജന്മം പറഞ്ഞ് ബിന്ദു ചേച്ചി മിടിക്കുക എന്നുള്ളതിന് ആർക്കാ അവിടെ സംശയമുള്ളത്? ഓക്കെ, അപ്പോൾ 3 സിനിമകൾ: ബാഹുബലി, ഗുരു, രാവൺ. ഓക്കെ, 3 സിനിമകൾ: ബാഹുബലി, ഗുരു, രാവൺ. ഈ 3 സിനിമകളിൽ സാധുബീഡി 3 സിനിമകളിൽ എന്താണ് കോമൺ ഫാക്ടർ? ബാഹുബലി, 3ഉം അന്യഭാഷാ ചിത്രങ്ങളാന്ന് പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് മലയാളത്തിലെ ഗുരു അല്ല കേട്ടോ, പിന്നെ തമിഴിലും ഹിന്ദിയിലൊക്കെ വന്ന ഗുരു. ഓക്കെ, ഹിന്ദിയിലാണത് ശരിക്കും, പിന്നെ അത് തമിഴിലും മൊഴിമാറ്റമുണ്ട്. രാവൺ അതുപോലെ തന്നെ ഹിന്ദിയും തമിഴും ഉണ്ട്. VFX ഉണ്ട്. ശരി, ഗുരുവിൽ അങ്ങനെ VFX ഉണ്ടോ? ഓസ്കാർ നോമിനേഷൻ സാബു സിറിൽ മിത്ത്. ഗുരു എന്ന് പറഞ്ഞ മൂവി നമ്മുടെ മലയാളം ഗുരു അല്ല ജയശ്രീ. ഞാൻ പറഞ്ഞല്ലോ, 3 അന്യഭാഷാ ചിത്രങ്ങളാണിത്. ഐതിഹ്യം എന്ന് പറയാൻ പറ്റില്ല. 3 ടൈപ്പ് സിനിമകളിൽ ഒന്ന് ബയോപിക്കാണ്, ഏകദേശം ബയോപിക്കാണ്. രമ്യ, ഞാനാണോ കോമൺ ഫാക്ടർ ഉദ്ദേശിച്ചത്? മറ്റേ ആക്ടർ രമ്യനാണെന്ന് വിചാരിക്കുന്നു. രമ്യല്ല, ഗുരുവിലില്ല. മലയാളം ഗുരുവാണെന്ന് വിചാരിച്ച് പറഞ്ഞാൽ മനസ്സിലായി. യെസ്, ഒരു ഉത്തരം വന്നു. 3 സിനിമകളിലും ഐശ്വര്യ അഭിഷേകിൻ്റെ ഗുരു. ചിലപ്പോൾ കൊട്ടാരം കാണും. ഉത്തരം വന്നു. ഈ 3 സിനിമകളും ആതിരപ്പള്ളി വാട്ടർഫോൾസ് ഉണ്ട്. അതായിരുന്നു ഉത്തരം. അപ്പോൾ സഹല യാസർ ഒരു മാർക്ക്. ഓക്കെ, അപ്പോൾ ആ ഉത്തരം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ,
അപ്പോൾ ഇതൊരു ഓഡ് വൺ ഔട്ടാണ്. ചോദ്യം ഇതാണ്, 3 പാട്ടുകളാണ്. ആ 3 പാട്ടുകളിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് പാട്ട് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. അതാണ് ആദ്യത്തെ പാട്ട്. മഞ്ഞൾ പ്രസാദവും നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. രണ്ടാമത്തെ പാട്ട് കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ. ലിറിക്സ് മറന്നുപോയി. മാമ്പഴക്കാലം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. പിന്നെ അടുത്ത പാട്ട് വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. 3 പാട്ടുകൾ. ഈ 3 പാട്ടിൽ ഓഡ് വൺ ഔട്ടാണ്. അതായത് വ്യത്യാസമുള്ള ഒരെണ്ണം ഉണ്ട്. ഇതിനകത്ത് ഒരെണ്ണത്തിനകത്തൊരു വ്യത്യാസമുണ്ട്. ഏതാന്നും പറയണം, എന്താന്നും പറയണം. 3 പാട്ടുകൾ. ഒന്ന് മഞ്ഞൾ പ്രസാദവും നക്ഷത്രങ്ങളിലെ, രണ്ടാമത്തത് കണ്ടു കണ്ടു കൊതി കൊണ്ടു എന്നുള്ള പാട്ട് മാമ്പഴക്കാലത്തിലെ, മൂന്നാമത്തത് വരമഞ്ഞളാടിയ പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ. അതിനകത്ത് ഏതാണ് ഓഡ് വൺ ഔട്ട് എന്നുള്ളതാണ് ചോദ്യം. 1 മഞ്ഞൾ പ്രസാദം, 2 കണ്ടു കണ്ടു കൊതി, 3 വരമഞ്ഞളാടിയ. ഏതാണ് എന്താണ് വ്യത്യാസം എന്നും കൂടെ പറയണം. അതായത് ഏതാണ് എന്താണെന്നുള്ളത് പറയണം. ഏതാണ് ഓഡ് വൺ ഔട്ട് എന്നുള്ള പാട്ട് ജസ്റ്റ് ഒന്ന് പറയണം. 1, 2, 3 നമ്പർ പറഞ്ഞാലും മതി. 1 മഞ്ഞൾ പ്രസാദം, 2 കണ്ടു കണ്ടു കൊതി കൊണ്ട്, മൂന്നാമത്തത് വരമഞ്ഞളാടിയ. ഈ 1, 2, 3 ഏതാണ് ഓഡ് വൺ ഔട്ട്, അത് എന്തുകൊണ്ടാണ് ഓഡ് വൺ ഔട്ട്? 3 പാട്ടുകൾ. ആ 3 പാട്ടുകളിൽ എന്താണ് ഓഡ് വൺ ഔട്ട്? 1 ഒരാൾ മൊത്തത്തിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 1ാമത്തെ പാട്ട് പാടിയത് ചിത്രയാണ്. ബാക്കി 2ഉം സുജാത പാടിയ പാട്ടുകളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാണ്. കണ്ടു കണ്ടിലും മഞ്ഞളില്ല. അയ്യോ, ഭയങ്കര ഒബ്സർവേഷൻ. ഇനി മാമ്പഴക്കാലം എന്നുള്ള സിനിമ ഏതുകൊണ്ട് ആ മാങ്ങയുടെ മഞ്ഞ കളർ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? സുമേഷ് മണക്കുളം പറയണം. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം ഉത്തരം കിട്ടിയത് അയ്യോ ബിനോ മാത്യു ആണ്. എൻ്റെ ഇത് പ്രകാരം 2 ഉത്തരം കൂടെ ഒരുമിച്ച് പറഞ്ഞത്. ആരെങ്കിലും 2 പ്രാവശ്യമായിട്ട് ഈ ഉത്തരം പറഞ്ഞിട്ടുണ്ടോയെന്ന് ഒന്ന് നോക്കി ആരെങ്കിലും പറയോ? ആദ്യത്തേതാണ് വ്യത്യാസമുള്ളത്. അത് പിന്നെ പാടിയിരിക്കുന്ന ചിത്രമാണ്. ബാക്കി 2ഉം സുജാത പാടി പാട്ടുകളാണ്. വരമഞ്ഞളാടി കണ്ടു കണ്ടു കൊതി കൊണ്ടു എന്നുള്ളതും സുജാത പാടിയതാണ്. മഞ്ഞൾ പ്രസാദം ചിത്ര പാടിയതാണ്. ഞാൻ ബിനോ മാത്യുവിന് കൊടുക്കട്ടെ, അതോ അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനും പോയിന്റ് കൊടുക്കേണ്ടതാണ്. കൊടുക്കണം. ബിനോ മാത്യുവിന് കൊടുക്കട്ടെ 1 പോയിന്റ്. ഓക്കെ, ബിനോ മാത്യുവിന് 1 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വേറെ ആരും ഒന്നും ഒബ്ജക്ഷൻ പറയാത്തതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനു മുമ്പ് അത് ഞാൻ തന്നെ ഞാൻ പറഞ്ഞത് ശരിയാണ്. മഞ്ഞൾ പ്രസാദം ONV, ബാക്കി 2ഉം പുത്തഞ്ചേരി ആണോ? സത്യം, പരമാർത്ഥം? അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ മാർക്ക് തരും. മഹേഷ് ശിവരാമപിള്ള അല്ല ബ്രോ എന്ന് ആരോ പറഞ്ഞു. അതാരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? മഹേഷ് പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് കൺഫേം ചെയ്താൽ മഹേഷിനും കൂടെ ഒരു ഉത്തരം കൊടുക്കുന്നതാണ്. ആണോ? വരമഞ്ഞൾ പുത്തഞ്ചേരി അല്ല. അപ്പോൾ പിന്നെ അതിൽ പോട്ടെ. അപ്പോൾ ഇനിയപ്പോൾ 3 ഞാൻ 3 സിനിമകൾ പറയാം. ആ സിനിമകൾ 3 അല്ല 4 സിനിമകൾ പറയാം. അതിനകത്ത് എന്താണ് കോമൺ ഫാക്ടർ എന്നാണ് പറയേണ്ടത്. ഇത് കുറേ പേർക്കൊക്കെ അറിയണ്ടാവും. എല്ലാവർക്കും മാർക്ക് കൊടുക്കുക, ആരും സങ്കടപ്പെടണ്ട. ഓക്കെ, 3 സിനിമകൾ. 1 തമിഴിലെ ചന്ദ്രമുഖി. ഓക്കെ, പിന്നൊന്ന് ഹിന്ദിയിലെ ഭൂൽ ഭുലയ്യ. ഇപ്പം തന്നെ പലർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പിന്നൊന്ന് ആപ്തമിത്ര, 1 രാജ്മഹൽ. 4 സിനിമാ പേരുകളാണ്. ഈ 4 സിനിമാ പേരിലും എന്താണ് കോമൺ ആയിട്ടുള്ളത്? എന്താണ് ഇതിൻ്റെ സമയം? പറയൂ. ഭൂൽ ഭുലയ്യ, ചന്ദ്രമുഖി, ആപ്തമിത്ര, രാജ്മഹൽ. എന്താണ് കോമൺ ഫാക്ടർ? പറയൂ. ജയശ്രീയുടെ ഉത്തരം വന്നു. അജിത് രാജിൻ്റെ ഉത്തരം വന്നു. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. സഹല യാസറിൻ്റെ ഉത്തരം വന്നു. അജിത് വള്ളോലിയുടെ ഉത്തരം വന്നു.
റീമേക്ക് എന്നുള്ള ഉത്തരം വന്നു. കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് മണിച്ചിത്രത്താഴിൻ്റെ റീമേക്കാണ്. ഈ പറഞ്ഞതെല്ലാം പ്രിയദർശൻ ശരിയല്ല. എല്ലാം പ്രിയദർശൻ അല്ലല്ലോ ചെയ്തത്. പ്രിയദർശൻ ആകെ ഭൂൽഭുലയ്യ മാത്രം ചെയ്തിട്ടുള്ളൂ. അതും പിന്നെ മലയാളത്തിൽ പ്രിയദർശനല്ല. പിന്നെ ജയശ്രീ വിജയായി പ്രഖ്യാപിച്ചിട്ട് വേണം പോയി ചോറുണ്ണാൻ. ഞാൻ ഈ ചോദ്യങ്ങളൊന്ന് വെരിഫൈ ചെയ്യാൻ ജയശ്രീയോട് നോക്കുമോ എന്ന് ചോദിച്ചതാണ്. പക്ഷേ ജയശ്രീ ഒന്നും പറ്റൂല, ആവേശം പോവും കളിക്കാനുള്ള. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദ്യം നോക്കില്ല. അതുകൊണ്ട് ജയശ്രീ ചോദ്യം നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ജയശ്രീ ഇങ്ങനെ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ജയശ്രീ 3 പോയിന്റോടുകൂടി മുമ്പിൽ നിൽക്കുകയാണ്. തൊട്ട് പുറകിൽ അജിത് രാജും അജിത് വള്ളോലിയും നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ പോയിന്റ് വീതം നിൽക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഉത്തരം പറയുന്നതായിരിക്കും. ഇനി അടുത്ത ചോദ്യം വേഗം ഉത്തരം പറഞ്ഞോളൂ. 3 സിനിമകൾ, ആ 3 സിനിമകളിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത് എന്ന് പറയണം. ഒന്ന് സിനിമ മലയൻ കുഞ്ഞ്. ഓക്കെ, ഒരു സിനിമ മലയൻ കുഞ്ഞ്, അടുത്ത സിനിമ യോധ, മൂന്നാമത്തെ സിനിമ ആടുജീവിതം. പറയൂ. ബിന്ദു ചേച്ചി 3 സിനിമ: മലയൻ കുഞ്ഞ്, യോധ, ആടുജീവിതം. വേം പറയൂ. ഉത്തരം പറയൂ. എന്താണ് കോമൺ? ആരാണ് കോമൺ? ഉത്തരങ്ങൾ വരുന്നു. അജിത് രാജിന്റെ ഉത്തരമാണ് ആദ്യം വന്നത്. അജിത് രാജ് ഉത്തരം പറഞ്ഞു. മഹേഷ് ശിവരാമപിള്ള ഉത്തരം പറഞ്ഞു. വിജിത അനീഷ് ഉത്തരം പറഞ്ഞു. പക്ഷെ ആദ്യത്തെ ഉത്തരം ഇവിടെ കാണിക്കുന്നത്. പിന്നെ ശ്രീലക്ഷ്മി സുധീർ ഉത്തരം പറഞ്ഞു. ദിവ്യ ശ്രീകുമാർ ഉത്തരം പറഞ്ഞു. ആടുജീവിതത്തിന്റെ മ്യൂസിക് എ ആർ റഹ്മാൻ ആണോന്നോ? എന്താ ജയശ്രീ അല്ലേ? ഇനി എന്നെ കൺഫ്യൂഷൻ ആക്കാതെ. ആണ്. ഇത്രയും ഫേമസ് ആയിട്ട് ആളൊരു വീഡിയോ വരെ ചെയ്തുണ്ടാക്കിയിട്ടിട്ട്. എന്തായാലും ഉത്തരം എ ആർ റഹ്മാനാണ്. എ ആർ റഹ്മാൻ പിന്നെ സംഗീതം ചെയ്ത ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്തൊരു ചോദ്യം ഒരു പാട്ട് തന്നെയാണ്. വെള്ളം എന്താ? എന്തായിരുന്നു വെള്ളം അതെങ്ങനെ ശരിയാവുന്നത്? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം 3 പാട്ടുകളാണ്. ആ 3 പാട്ടുകളിൽ, ഒരേ സിനിമയിലെ 3 പാട്ടുകൾ, ആ 3 പാട്ടുകളിൽ ഒരു പാട്ടിന് വ്യത്യാസമുണ്ട്. ഒരു പാട്ടിനൊരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് വളരെ സിമ്പിളായിട്ട് ആർക്കും അതെ അബദ്ധം പറ്റിയതാണ് ജയശ്രീക്ക്. അപ്പോൾ 3 പാട്ടുകൾ, ഹിസൈനസ് അബ്ദുള്ള എന്നുള്ള സിനിമയിലെ 3 പാട്ടുകൾ. അതിൽ ഒരു പാട്ടിന് ഒരു വ്യത്യാസമുണ്ട്. ആ പാട്ട് എന്താണെന്നാണ് പറയേണ്ടത്. ഫസ്റ്റ് പാട്ട് ഗോപികാ വസന്തം തേടി വനമാലി. ആദ്യത്തെ പാട്ട്. രണ്ടാമത്തെ പാട്ട് പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. മൂന്നാമത്തെ പാട്ട് നാദരൂപിണി ശങ്കരി പാഹിമ. അപ്പം 3 പാട്ടുകളാണ്. ഈ 3 പാട്ടുകളിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? എന്തുകൊണ്ടാണ് ഓഡ് വൺ ഔട്ട്? 1, 2, 3. ഒന്നാമത്തെ പാട്ട് ഗോപികാ വസന്തം, രണ്ടാമത്തെ പാട്ട് പ്രമദവനം, മൂന്നാമത്തെ പാട്ട് നാദരൂപിണി. എന്താണ് വ്യത്യാസം? ഏതാണ് ഓഡ് വൺ ഔട്ട്? എന്തുകൊണ്ടാണ് ഓഡ് വൺ ഔട്ട് ആയത്? എങ്ങനെയാണ് ഓഡ് വൺ ഔട്ട് ആയത്? എല്ലാവർക്കും അറിയാൻ. കണ്ടോ? അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളെ അല്ല. എല്ലാവരും പറഞ്ഞു. 2 തരത്തിലുള്ള ഉത്തരങ്ങൾ. ഒന്ന്, നായിക ഡാൻസ് കളിക്കുന്നു. നല്ല ഉത്തരം. ഇനി വേറൊരു ഈ പാട്ടിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പറഞ്ഞ പോലെ തന്നെ 2 പാടിയത്, ആദ്യത്തെ 2 പാടിയത് പിന്നെ യേശുദാസാണ്. മൂന്നാമത്തെ പാടിയത് നാദരൂപിണി, പാടിയത് എം ജി ശ്രീകുമാറാണ്. എം ജി ശ്രീകുമാറിന് അതിന് അവാർഡ് കിട്ടിയെന്നുള്ളതും ശരിയാണ്. അപ്പം അതുകൊണ്ട് ആദ്യമായിട്ട് എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞത് മൂന്നാമത്തേതാണ്. അത് എം ജി ശ്രീകുമാർ ആണെന്ന് MGS 3 എന്ന് പറഞ്ഞിട്ട് അജിത് രാജാണ് ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അജിത് രാജിന് കൊടുക്കട്ടെ. തൊട്ടടുത്ത് നാദരൂപിണി MG എന്ന് പറഞ്ഞിട്ട് ബിനോ മാത്യുവും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് കൊടുക്കേണ്ടത്? നാദരൂപിണി അവാർഡ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് ശിവരാമപിള്ളയും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഒരു സിനിമയിലെ 3 പാട്ടിൽ ഒരു പാട്ടിന് അവാർഡ് കിട്ടി. അപ്പോൾ ദേ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അജിത് രാജ് പറഞ്ഞിട്ടുണ്ട് ഉത്തരം. ഒന്ന് നായിക ഡാൻസ് കളിക്കുന്നു. അജിത് രാജിന് കൊടുക്കട്ടെ.
ബിനോ മാത്യു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനു മുമ്പ് കാണിക്കുന്ന അജിത് രാജിനെയാണ്. ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ അജിത് രാജിന്റെ അല്ലേന്ന്? ഒന്ന് കൺഫേം ചെയ്യോ ആരെങ്കിലും? അപ്പം ഇനി ഒരു അജിത് രാജാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് 3 സിനിമകൾ. ആ 3 സിനിമകളിൽ എന്താണ് കോമൺ ഫാക്ടർ എന്നാണ് പറയേണ്ടത്. ഒന്ന് അഗ്നിസാക്ഷി, മലയാളം സിനിമകളാണല്ലോ കേട്ടോ. അഗ്നിസാക്ഷി, അകലെ, ഒരേ കടൽ. 3 സിനിമകൾ. അഗ്നിസാക്ഷി, അകലെ, ഒരേ കടൽ. പറയൂ. അഗ്നിസാക്ഷി, അകലെ, ഒരേ കടൽ. എന്താണ്? ഒരു ഉത്തരം വന്നിരിക്കുന്നു, രണ്ടാമത്തെ ഉത്തരം വന്നിരിക്കുന്നു, മൂന്നാമത്തെ ഉത്തരം വന്നിരിക്കുന്നു, നാലാമത്തെ ഉത്തരം വന്നിരിക്കുന്നു, അഞ്ചാമത്തെ ഉത്തരം വന്നിരിക്കുന്നു. എല്ലാം പുസ്തകങ്ങൾ സിനിമയാക്കിയതാണോ? എനിക്ക് സംശയം. അകലെ ഒരു പുസ്തകമാണോ സിനിമയാക്കിയത്? എനിക്ക് സംശയമായി. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ശ്യാമപ്രസാദാണ്. അത് ആദ്യം പറഞ്ഞിരിക്കുന്ന അജിത് വള്ളോലിയാണ് എൻ്റെ സ്ക്രീനിൽ കാണുന്നതിൽ. ശരിയാണോ? ശ്യാമപ്രസാദാണ് ഉത്തരം. അജിത് തന്നെയല്ലേ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്? അജിത് വള്ളോലി. ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? ശ്യാമപ്രസാദ്. അപ്പോൾ അടുത്തൊരു പാട്ടിൻ്റെ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ നിർത്തിയാലോ? ഓക്കെ, അജിത് വള്ളോലിയാണ്. 3 പാട്ടുകൾ. ആ 3 പാട്ടുകളിൽ ഓഡ് വൺ ഔട്ടിനെ പുറത്തെടുക്കണം. ഓക്കെ, ഒരു പാട്ട്. വൈശാഖസന്ധ്യ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതനതര കാന്തിയോ. ഒന്നാമത്തെ പാട്ടാണേ. രണ്ടാമത്തെ പാട്ട് ജാനകി ജാനേ രാമ ജാനകി ജാനേ. ഓക്കെ, രണ്ടാമത്തെ പാട്ട്. മൂന്നാമത്തെ പാട്ട് വാതിൽ പഴുതിലോടിൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ. 3 പാട്ടുകൾ. ഒന്നാമത്തെ പാട്ട് വൈശാഖ സന്ധ്യ എന്നുള്ള പാട്ട്, രണ്ടാമത്തെ പാട്ട് ജാനകി ജാനേ എന്നുള്ള പാട്ട്, മൂന്നാമത്തെ പാട്ട് വാതിൽ പഴുതിലൂടെ. ശോഭന എങ്ങനെയാവുന്നത്? ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ടാണ് എനിക്കറിയേണ്ടത്. ഓഡ് വൺ ഔട്ടാണ് എനിക്ക് അറിയേണ്ടത്. 1, 2, 3. 1 വൈശാഖ സന്ധ്യ, 2 ജാനകി ജാനേ, 3 വാതിൽ പഴുതിലൂടെ. ആരാണ് ഓഡ് വൺ ഔട്ട്? 3-ൽ ശോഭനയില്ല. പാട്ടിലല്ലേ ആൻറ്റി? അപ്പോൾ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉത്തരമാണ്. വൈശാഖ സന്ധ്യ, ജാനകി ജാനേ, വാതിൽ പഴുതിലൂടെ. ജാനകി ജാനേ എന്ന് ആരോ പറഞ്ഞു, 3 പറഞ്ഞു. കുറേ ആൻസേഴ്സ് വരുന്നുണ്ട്. ഇതിലാദ്യം പറഞ്ഞത് ശരിക്കും ഉത്തരം വന്നിട്ടുണ്ട്. അജിത് രാജും മഹേഷും പറഞ്ഞ ഉത്തരങ്ങൾ ശരിയാണ്. 1 അല്ലേ 3 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ONV എന്നുള്ളത് ടൈപ്പ് എററാണ്. പിന്നീട് ആളത് ONV എന്ന് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ക്രീനിൽ ആദ്യം കാണുന്നത് സോറി 1 അല്ലേ 3 എന്നുള്ളത് വന്നത് ടൈപ്പ് എററാണല്ലോ. പിന്നീട് താഴെ ONV എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അജിത് രാജിന് കൊടുത്താലോ? വാതിൽ പഴുതിലൂടെ. ധ്വനി ഇത് ബാക്കിയുള്ളൊന്നും ധ്വനിയില്ലല്ലോ. അപ്പോൾ അജിത് രാജിന് ഞാൻ കൊടുക്കട്ടെ. മൂന്നാമത്തെ പാട്ട് ONV ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ മഹേഷ്? എനിക്കിവിടെ സ്ക്രീനിൽ രണ്ടാമതാണ് കാണിക്കുന്നത്. പിന്നെ അതിന് മുമ്പ് കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് വാതിൽ പഴുതിലൂടെ ONV അല്ലേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് നിർത്തിയാലോ? അജിത് രാജ് പറഞ്ഞത് യൂസഫ് അലി എന്നല്ല. അത് കഴിഞ്ഞിട്ട് അജിത് രാജ് ആദ്യം പറഞ്ഞത് അതുവരെ അജിത് രാജ് ഈ മൂന്നാമത്തെ വ്യത്യാസം പറയുന്നത് വരെ ആരും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലായിരുന്നു. ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരം ശരിക്കും ONV കുറിപ്പാണ്, ഓഡ് വൺ ഔട്ട് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഉത്തരം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം ഞാൻ നിർത്തിക്കോട്ടെ. അപ്പോൾ ഏകദേശം തീരുമാനമായല്ലോ അല്ലേ?
കൊടുത്തോണ്ട് പൊക്കും. അപ്പം എന്തായാലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിച്ചിരിക്കുന്നത് അജിത് രാജാണ്. ഇനി മേലാൽ അജിത് രാജിൻ്റെ മുമ്പിലുള്ള കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ മാറ്റണം എന്ന് നമ്മൾ പറയേണ്ടി വരുമോ? ഒക്കെ ഗൂഗിൾ ചെയ്തിട്ടാണോ കണ്ടുപിടിക്കുന്നത്? എന്തായാലും എങ്ങനെയായാലും അജിത് രാജാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത്. 5 പോയിന്റാണ് അജിത് രാജിനുള്ളത്. തൊട്ട് പുറകിൽ ജയശ്രീയും അജിത് വള്ളോലി ഉണ്ട്, 3 പോയിന്റ് വീതമാണ്. 4 ആർക്കും 3 പോയിന്റ് വീതം. പിന്നെ അജിത് വള്ളോലിയും ജയശ്രീയുമാണ് തൊട്ട് പുറകിലുള്ളത്. പിന്നെ ഉള്ളവർക്കൊക്കെ 1 പോയിന്റാണ്. ഒത്തിരി പേർക്ക് ഇപ്രാവശ്യം കുറേ പേർക്ക് ഉത്തരങ്ങൾ പല ഉത്തരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ട് വന്ന പ്രോഗ്രാം അധികം ഫ്ലോപ്പ് ആവാണ്ട് കുറേ പേരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ദേ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ചായയോ ചോറും എനിക്ക് പോയിട്ട് പൊരിഞ്ഞ പോരാട്ടായിരുന്നു. ഇത് അധികമൊന്നും ഞാൻ പിന്നെ നോക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. കുറച്ചും കൂടെ ചിലപ്പോൾ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിലുള്ളതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രയാസത്തിലുള്ളതോ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾക്കും കൂടെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒഴിവുള്ളപ്പോൾ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും ലൈവൊക്കെ കാണൂ. പിന്നെ എല്ലാവരും പോവാ. എനിക്കും വേണം, ഞാനും വിശന്നിരിക്കുക, എനിക്കും വേണം ചായ ചോറോ. ഞങ്ങളുടെ ഭാഗ്യം പോവുക എന്ന് പറഞ്ഞതായിരിക്കും അല്ലേ. ഭയങ്കര പ്രോത്സാഹനമുള്ള സുഹൃത്തുക്കളാണ് ഇവിടെ ഉള്ളത് മുഴുവനും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒത്തിരി നന്ദി, ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാ ദിവസവും ഈ സമയത്ത് വന്ന് പറ്റുന്നത്രോളം സമയം, ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് എങ്കിലും വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഇതൊരു നല്ല സമയമാണ്. എനിക്ക് വരാൻ പറ്റാറില്ല, ആ സമയത്ത് കൃത്യമായിട്ട് എനിക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റാറില്ല. ഇങ്ങനെ അവധി ദിവസങ്ങൾ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ, താങ്ക്സ് എ ലോട്ട്.